ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ, ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് പറയാനുള്ള വിഷയം ശ്രീമദ് ഭാഗവതത്തിലെ കപിലോപദേശമാണ്. കപിലോപദേശം 25-ാം അധ്യായം മുതൽ, തൃതീയ സ്കന്ധത്തിലെ 25-ാം അധ്യായം മുതൽ 32-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് പറയുന്നത്. കപിലോപദേശത്തിന്റെ പശ്ചാത്തലം 24-ാം അധ്യായത്തിന്റെ അവസാനം തന്നെ നമുക്ക് കാണാൻ കഴിയും. ദേവഹൂതിയുടെ ഭർത്താവും കപിലാചാര്യരുടെ പിതാവുമായ കർദമ പ്രജാപതി ഭഗവാനിൽ നിന്ന് അനുവാദം വാങ്ങി ഭഗവാനെ പ്രാപിക്കാനായിട്ട് വനത്തിലേക്കായിട്ട് പോയി എന്നാണ്. അങ്ങനെ വനത്തിലെത്തിയിട്ടോ അദ്ദേഹം ഭഗവാനെ തന്നെ സർവചരാചരങ്ങളിലും കണ്ടും കൊണ്ട് ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമജയതസ ഭഗവത് ഭക്തിയുക്തേന പ്രാപ്ത ഭാഗവതീ ഗതി. ഭഗവത് ഭക്തിയോടുകൂടി ഇച്ഛ, ദ്വേഷം തുടങ്ങിയ ദോഷങ്ങളൊക്കെ പോയി മനസ്സ് പരിശുദ്ധമായി തീർന്ന് അദ്ദേഹം ഭഗവാനെ തന്നെ പ്രാപിച്ചു എന്നാണ്. ഭഗവത് ഭക്തിയുക്തേന പ്രാപ്ത ഭാഗവതീ ഗതി. ഭാഗവതീ ഗതി പ്രാപ്ത, ഭഗവാന്റെ ആ ഗതിയെ തന്നെ, പരമഹംസന്മാർ എത്തിച്ചേരുന്ന ആ മുക്തിപദത്തെ തന്നെ അദ്ദേഹം പ്രാപിച്ചു എന്ന് പറയാണ്. ഇതോടുകൂടി 24-ാമത്തെ അധ്യായം അവസാനിച്ചു. ഈ ദേവഹൂതിക്ക് കർദമ പ്രജാപതിയിൽ നിന്ന് 10 പുത്രന്മാരുണ്ടായിട്ടുണ്ട്. 9 പെൺകുട്ടികളും 10ാമതായിട്ട് ഭഗവാനും, കപിലാചാര്യരായിട്ട് ഭഗവാനും. അതിൽ ആ 9 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. അവരെ വിശിഷ്ടരായ ഋഷീശ്വരന്മാരാണ് വിവാഹം കഴിച്ചത്. മരീചി, അത്രി, അങ്കിരസ് തുടങ്ങിയ മഹർഷിമാരാണ് ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ചത്. ദേവഹൂതി അതിഗംഭീരമായിട്ട് 100 വർഷം അനവധി ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായിട്ട് ജീവിച്ചവളാണ്. വിശിഷ്ടമായ ഒരു വിമാനത്തിൽ കയറി അഷ്ടദിക് ലോകങ്ങളിലൊക്കെ പോയവളാണ്. തേന അഷ്ടലോകപവിഹാര കുലാചലേന്ദ്ര ദ്രോണീഷു അനംഗസഖമാരുത സൗഭഗാസൂനാണ്. കിഴക്കേ ഭാഗത്തായിട്ട് ഇന്ദ്രന്റെ ലോകം, തെക്കേ ഭാഗത്തായി യമലോകം, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുണലോകം. ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരുടെ ലോകങ്ങളിലൊക്കെ ദേവഹൂതി ഭർത്താവോടുകൂടി പോയവളാണ്. എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അർത്ഥം. അതുമാത്രമല്ല, അവിടെ ഭാഗവതത്തില് പറയാണ്, പ്രേക്ഷയിത്വ ഭുവോഗോളം പത്നീയാവാൻ സംസ്ഥയ. ചന്ദ്രലോകത്ത് പോയിട്ട് ഭൂമി ഉദിച്ചു വരുന്നതായിട്ട് കണ്ടു എന്നാണ് ദേവഹൂതി ഭർത്താവോട് കൂടിയിട്ട്. അപ്പം ഒരു വിവാഹം കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായിട്ട് മസൂറിയിലോ അല്ലെങ്കിൽ ഡാർജിലിങ്ങിലോ ഒക്കെ പോയാൽ കേമായി. ഇത് അവിടെ നിന്നല്ല പോയത്, അഷ്ടദിക്പാലകന്മാരുടെ ലോകങ്ങളിലൊക്കെയാണ് ദേവഹൂതി. ഇങ്ങനെയൊക്കെ ഈ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. അവരൊക്കെ വേറൊരു ഭാഗത്തേക്ക് പോയി. എന്നാൽ കപിലാചാര്യരാവട്ടെ അവിടെ ഒന്നും അല്ല ഇരിക്കുന്നത്. അദ്ദേഹം ആ വലിയ വിശിഷ്ട കൊട്ടാരത്തിലൊന്നല്ല താമസിക്കുന്നത്. അവിടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട് ദേവഹൂതിക്ക്. അത് പറക്കുന്ന സമയത്ത് വിമാനമാണ്, നിൽക്കുന്ന സമയത്തോ അതൊരു കൊട്ടാരം പോലെയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്.
അങ്ങനെയുള്ള ആ കൊട്ടാരത്തിലാണ് ദേവഹൂതിയുടെ താമസം. എന്നാൽ മകൻ അവിടെ നിന്നല്ല, അദ്ദേഹം കുറെ അപ്പുറത്തായിട്ട് ഒരു ആൽമരച്ചോട്ടിൽ അങ്ങനെ താമസിക്കുകയാണ്. ദേവഹൂതിക്ക് ഇപ്പം അവിടെ ഭർത്താവില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ദേവഹൂതിക്ക് തൻ്റെ മകനെ കാണുന്ന സമയത്ത് ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിലേക്ക് തോന്നുകയാണ്. ഈശ്വരൻ തന്നെയാണ് ഈ മകൻ തോന്നുകയാണ്. പണ്ട് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മാവ് പറഞ്ഞ ആ വാക്കിനെ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താ ബ്രഹ്മാവ് പറഞ്ഞിരുന്നത്? കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലയോ മാനവി, നിന്റെ മകൻ ആരാണ്? ഏഷ മാനവിതേ ഗർഭം പ്രവിഷ്ട കൈഡഭാർദ്ദന അവിദ്യാ സംശയഗ്രന്ഥിം ചിത്വാകാം വിചരിഷ്യതി. എല്ലാ അജ്ഞാനത്തെയും നീക്കാൻ പര്യാപ്തനായ ആ ജ്ഞാനസൂര്യനാണ്, ജ്ഞാനപ്രഭാവനാണ് അങ്ങയുടെ മകൻ. ജ്ഞാനപ്രകാശകനായ ആ തത്വം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് ദേവഹൂതിയോട് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിന്ത മകനിലിങ്ങനെ തോന്നി. ആ ഒരു ഭാവം മകനിലേക്ക് ഇങ്ങനെ കണ്ടു. ഒരു മകനായിട്ടല്ല തോന്നിയത്, ഒരു ഗുരുവായിട്ട് തോന്നി. അപ്പൊ ഗുരുവായിട്ട് തോന്നിയ സമയത്ത് നേരെ ദേവഹൂതി എങ്ങോട്ട് ചെന്നു? മകന്റെ അടുത്തേക്കായിട്ട്, കപിലാചാര്യരുടെ അരികിലേക്കായിട്ട് ദേവഹൂതി അങ്ങനെ വന്നു. അവിടെ വെച്ച് തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഭഗവാനോടായിട്ട് പറയാൻ. ഇവിടെ ദേവഹൂതി എന്ന് മകൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ കണ്ടുവോ അപ്പോഴേ ഭഗവാൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉപദേശിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. വേണമെങ്കിൽ ആ കൊട്ടാരത്തിലിരിക്കുന്ന ദേവഹൂതിക്കായിട്ട് ഭഗവാന് തത്വങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുത്തൂടെ? അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങോട്ട് വരട്ടെ, അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അമ്മ എന്നെ ഈശ്വരനായിട്ട് കാണണം, അങ്ങനെ കണ്ടാലേ ഉപദേശിക്കാൻ കഴിയുള്ളൂ. ഒരു മകനായി കണ്ടാലോ മകൻ പറഞ്ഞു തരില്ലേ, ആ ഒരു ഭാവേ ഉണ്ടാവുള്ളൂ, ഒരു ഗൗരവം ഉണ്ടാവില്ല. ഈശ്വരനായിട്ട് എപ്പം കണ്ടുവോ, ഗുരുതുല്യനായിട്ട് തന്നെ എങ്ങനെ കണ്ടുവോ ആ സമയത്ത് ഭഗവാൻ ഉപദേശിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനായിട്ട് ഗീത ഉപദേശിക്കുന്നത്. ഭഗവാന് വേണമെങ്കിൽ സുഭദ്രയുമായുള്ള വിവാഹത്തിന്റെ സമയത്ത് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു ഭഗവത്ഗീത. അർജുന അങ്ങോട്ട് വാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുഭദ്രയുടെ വിവാഹത്തിന്റെ സമയത്ത് വേണമെങ്കിൽ പറയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലല്ലോ. എപ്പോഴാ പറഞ്ഞത്? ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്ന, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയുടെ പരമമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു, പ്രപന്നനാണ് ഞാൻ എന്ന ഭാവത്തിൽ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച സമയത്താണ് ഭഗവാൻ ഗീത ഉപദേശിക്കാനായിട്ട് ആരംഭിച്ചത്. ഇതുപോലെ ദേവഹൂതി ഭഗവാനെ സർവാത്മന ആശ്രയിച്ച സമയത്ത് ഭഗവാൻ വിശിഷ്ടമായ ആ ഉപദേശത്തെ തുടങ്ങുകയാണ്, ഉപദേശം ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദേവഹൂതിക്കായിട്ടാണോ ഈ ഉപദേശങ്ങളൊക്കെ? ദേവഹൂതിക്കായിട്ടല്ല, ദേവഹൂതിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്കായിട്ടാണ് ഭഗവാൻ ഈ ഉപദേശങ്ങളൊക്കെ ചെയ്യുന്നത്, ദേവഹൂതിക്കായിട്ടൊന്നല്ല. ഗീതാഭാഷ്യത്തിൽ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, അർജുനം നിമിത്തീകൃത്യ സർവലോകാനുഗ്രഹാർത്ഥം ഭഗവാൻ വാസുദേവ ആഹ. ഭഗവാൻ വാസുദേവ, ഭഗവാനായ വാസുദേവൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? അർജുനൻ നിമിത്തീകൃത്യ, അർജുനനെ ഒരു നിമിത്തമാക്കി വെച്ചും കൊണ്ട്, അർജുനനെ നിമിത്തം മാത്രം നിമിത്തമാക്കി വെച്ചിട്ട് സർവലോകാനുഗ്രഹാർത്ഥം ഭഗവാൻ വാസുദേവ ആഹ, സർവലോകത്തിൻ്റെയും അനുഗ്രഹത്തിനായിട്ട് ഭഗവാൻ വാസുദേവൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. ഇതുപോലെ ദേവഹൂതിയെ നിമിത്തമാക്കിക്കൊണ്ട്, ദേവഹൂതിയോടല്ല ഉപദേശം, മറിച്ച് ആരോടാണ്? നമ്മളോടാണ് ഉപദേശം. ആദ്യം തന്നെ ദേവഹൂതി ഭഗവാനോട് പറയാണ്, തന്റെ വിഷയം എന്താണെന്ന് പറയാണ്. നിർവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയ ദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഭഗവാനെ, ഞാൻ അനവധി കാലം പല പല ഭോഗങ്ങളും അനുഭവിച്ചു. ഈ ഭോഗങ്ങളൊന്നും അനുഭവിച്ചിട്ടും ഈ പല ഇന്ദ്രിയങ്ങളും പല പല വഴിക്ക് എന്നെ കൊണ്ടുപോയി, പല ഭോഗങ്ങളെയും അനുഭവിപ്പിച്ചു. എന്നിട്ടൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തി ഉണ്ടായിട്ടില്ല. ഈ ഭോഗങ്ങൾ എത്ര അനുഭവിച്ചാലും പൂർണ്ണ തൃപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായി. എന്തൊക്കെ ഭോഗങ്ങൾ അനുഭവിച്ചാലും, ഭൗതികമായ എന്തൊക്കെ വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാലും പൂർണ്ണമായ തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. അത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ആ ഒരു ബോധം എനിക്ക് ഉണ്ടായത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? എന്റെ കഴിവുകൊണ്ടൊന്നല്ല, ക്രെഡിറ്റ് മുഴുവൻ അങ്ങേക്കാണ്. നിതരാം നിർവിണ്ണ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഭോഗങ്ങളെ കൊണ്ടൊന്നും പൂർണ്ണ തൃപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. സാധാരണ ഭോഗങ്ങളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരകയറി തിരിച്ചാണ്, കടലിലേക്ക് പോകും പോലെയാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ മുന്നോട്ടേക്ക് പോകുക എന്നല്ലാതെ കടലിൽ നിന്നും കൊണ്ട് പിന്നോട്ട് കയറി വരേണ്ടാവില്ല.
മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുക തന്നെയാണ്. ഒന്ന് കണ്ടു, കണ്ണിന്റെ ഭോഗം എന്താ? കാഴ്ച എന്നുള്ളതാണ്. ഒരു കാഴ്ച കണ്ടു, അത് കണ്ടാൽ മതിയെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ വേറൊന്ന് കാണണം എന്നുള്ള മോഹാണ്. ആ കാര്യം കണ്ടാലോ വേറൊന്ന് കാണണം എന്നുള്ള മോഹാണ്. അപ്പം നമ്മൾ മൈസൂരൊക്കെ അത് കാണണമെന്ന് വിചാരിച്ച് മൈസൂരൊക്കെ പോയി കണ്ടു. മൈസൂര് കണ്ടപ്പം പറയാണ്, ഏയ് മൈസൂരിനേക്കാളൊക്കെ വലിയ സ്ഥലമാണ് ബോംബെ, ബോംബെ പോയി കാണണം എന്ന് പറയാണ്. അപ്പൊ മൈസൂര് കണ്ടതിന്റെ സന്തോഷമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്താ വിഷമം? ഇപ്പൊ ബോംബെ കാണാത്തതിന്റെ ദുഃഖാണുള്ളത്. അങ്ങനെ ബോംബെ കാണാൻ വേണ്ടി പോയി. ബോംബെ കണ്ടു, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കണ്ണിനെ മാത്രമല്ല, ചെവിയും ഇതൊക്കെ മനസ്സിലാക്കണേ. ഒരു ഇന്ദ്രിയത്തിന് ഉദാഹരണം പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കണം. ബോംബെ കണ്ടു കഴിഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുമ്പോഴാണ് വേറെ ആള് പറയുന്നത്, ബോംബെ ഒന്നും കാണല്ല വേണ്ടത്, ന്യൂയോർക്ക് പോയി കാണൂ. ഇപ്പൊ ബോംബെ കണ്ട സുഖമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്താ ഉള്ളത്? ന്യൂയോർക്ക് കാണാത്തതിന് ദുഃഖാണുള്ളത്. ഇങ്ങനെ ഓരോരോ ഭോഗങ്ങളുടെ വഴിയെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂന്താനം പറയുന്നുണ്ടല്ലോ, എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും, ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ മോഹങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഓരോരോ മോഹം അനുഭവിച്ചു കഴിഞ്ഞാൽ വേറൊരു മോഹമാണ്. ആദ്യം ഒരു ഉണ്ണി ഉണ്ടാവണം എന്നുള്ള മോഹമാണ്. ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാലോ, ഉണ്ണിണ്ടായാൽ ഉണ്ണിയെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെയാണ്, ജനിക്കും നിമിഷം തൊട്ടൻ കുട്ടൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കിനാൻ എന്നാണ്. ജനിക്കുന്ന അന്ന് മുതൽ തന്നെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യേന്റെ പ്രസവം തന്നെ എങ്ങോട്ടേക്ക് മാറ്റി? ഇംഗ്ലണ്ടിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മോശമാണെന്ന് അർത്ഥമല്ലേ? നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു, ഒക്കെ നല്ല കാര്യമാണ്. അതോടുകൂടി മോഹം അവസാനിക്കുമോ? പിന്നെ ഈ ഉണ്ണിയെ വിവാഹം കഴിപ്പിക്കണം, അവനൊരു ഉണ്ണി ഉണ്ടാവണം, അപ്പോഴും മോഹം തീരുമോ? വീണ്ടും ഓരോരോ ആഗ്രഹങ്ങളുടെ വഴിയെ മനസ്സും ഇന്ദ്രിയങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ ഈ ഓട്ടം കൊണ്ട് ഞാൻ ആകെ അസ്വസ്ഥതയായി തീർന്നിട്ടുണ്ട്, അസ്വസ്ഥമായി തീർന്നിട്ടുണ്ട് എൻ്റെ മനസ്സ് എന്ന് പറയാണ് ദേവഹൂതി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സിലായി, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും ഭൗതികമായ എന്തെല്ലാം ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാലും പൂർണ്ണമായ ആ തൃപ്തി കിട്ടില്ല എന്ന് മനസ്സിലായി. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ശിവമവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി എന്നാണ്. യഥാ ചർമ്മവദാകാശം, ഒരു ആകാശത്തെ മുഴുവനായി ഒരു പായയെപ്പോലെ ഇങ്ങോട്ട് മടക്കി തന്നാലും, നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായ തൃപ്തി കിട്ടിക്കൊള്ളണമെന്നില്ല. വീട്ടില് സുഖോപകരണ വസ്തുക്കളൊക്കെ ഉണ്ട്, എല്ലാ സുഖവസ്തുക്കളും ഭോഗവസ്തുക്കളെല്ലാം വീട്ടിലുണ്ട്. TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ വസ്തുക്കളും ഉണ്ട്. ഇതൊന്നും ഉണ്ടായാലും ചിലപ്പോൾ ഉറക്കം വന്നോളന്നില്ല, സന്തോഷം ഉണ്ടായിക്കോളന്നില്ല. നേരെ മറിച്ച് ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോടെ ഒക്കെ പോണ സമയത്ത് ചില ആൾക്കാർ ഉറങ്ങുന്നതാണെന്നില്ലേ, എത്ര സുഖമായിട്ടാണ് ഉറങ്ങുന്നത്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആവണമെന്നല്ലേ പറഞ്ഞത്, എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണം എന്നല്ല പറഞ്ഞത്. ഈ ഭൗതിക വസ്തുക്കൾ എത്ര വന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് പൂർണ്ണമായി സന്തുഷ്ടമായിക്കൊള്ളണമെന്നില്ല, സംതൃപ്തമായിക്കൊള്ളണമെന്നില്ല. ആവില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഈ ഭോഗങ്ങളെ കൊണ്ടൊന്നും പൂർണ്ണമായ സന്തോഷം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഭോഗങ്ങളുടെ അവസ്ഥ എന്താണ്? എഴുത്തച്ഛൻ പറയുന്നുണ്ടല്ലോ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സുഖങ്ങളൊക്കെ. ഉണ്ണി ഉണ്ടായാലുള്ള സുഖം എത്ര കാലം ഉണ്ടാവും? ഒരു 2-3 ആഴ്ച ആ സുഖം നല്ലോണം ഉണ്ടാവും, അവിടെ സന്തോഷമാവും. ഒരു 40 കൊല്ലം കഴിഞ്ഞാൽ ഈ സന്തോഷം ഉണ്ടാവുമോ? 40 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, എനിക്ക് 40 കൊല്ലം മുമ്പ് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇതാ ലഡു എന്ന് പറഞ്ഞാൽ എടുത്ത് കൊടുക്കാറുണ്ടോ? ചിലപ്പോൾ കൊടുത്ത ലഡു 40 കൊല്ലം മുമ്പ് കൊടുത്ത ലഡു ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവും. ചിലപ്പം ഇയാളുടെ കുഴപ്പം കൊണ്ടേ, ഈ ഉണ്ണീൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കൊടുത്ത ലഡു ചിലപ്പോൾ ഇങ്ങോട്ട് വാങ്ങാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ഭോഗങ്ങളും ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ, അധികമൊന്നുമില്ല. കാരണം അനിത്യമാണ് എന്നർത്ഥം. ഒരു കാലത്ത് ഉണ്ടായി, ഒരു കാലത്ത് നിലനിന്ന്, ഒരു കാലം കഴിഞ്ഞാലോ നശിച്ചു പോകുന്നതാണ് ഈ സുഖ വിഷയങ്ങളൊക്കെ തന്നെ. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊക്കെ പരിമിതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എളുപ്പമല്ല. എന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇത് മനസ്സിലായി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും സുഖത്തിൻ്റെ വഴി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സുഖം കിട്ടാനായിട്ട് മനസ്സ് അസ്വസ്ഥമാക്കുകയാണ്. സുഖം വേണ്ടതുപോലെ ആവുന്നില്ല, തനിക്ക് കിട്ടുന്നില്ല, വേറെ ആൾക്ക് കിട്ടി. തൻ്റെ മകൾക്ക് 1 റാങ്ക് കിട്ടിയില്ല, വേറെ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് 1 റാങ്ക് കിട്ടി, അതോടുകൂടി അവളോടൊരു അസൂയ. ഇങ്ങനെ പലതരത്തിലും മനസ്സ് അസ്വസ്ഥമാവാൻ കാരണം എന്താണ്? ഈ സുഖത്തോടുള്ള അമിതമായ ആസക്തിയാണ്. വാസ്തവത്തിൽ ഈ സുഖം എന്നുള്ളത് എവിടെയാ? തൻ്റെ അകത്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പൂർണ്ണമായ ആ തൃപ്തി നമുക്ക് കിട്ടും. ബാഹ്യങ്ങളായ വിഷയങ്ങളുടെ വഴി എത്ര പോയി കഴിഞ്ഞാലും പൂർണ്ണമായ ആ തൃപ്തി ഉണ്ടാവില്ല.
ഈ ഒരു സംഗതി എനിക്ക് മനസ്സിലായി. എങ്ങനെയാ മനസ്സിലായത്? അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടൊന്നല്ല. അതുകൊണ്ട് ഭഗവാനെ, അഥമേ ദേവസമ്മോഹം അപാകൃഷ്ടും തമർഹതി യോ വഗ്രാഹോ അഹം മമേതി ഇത്യേതസ്മിൻ യോജിതസ്ത്വയാ. എൻ്റെ ഉള്ളിൽ അജ്ഞാനം വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എന്നുള്ള ഈ ചിന്ത, അത് തന്നെയാണ് അജ്ഞാനം. ഈ അജ്ഞാനം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നവളായ എനിക്ക് ശരിയായ ആ ജ്ഞാനത്തിലേക്ക് എന്നെ ഉയർത്തണേ. പ്രകൃതി പുരുഷ വിവേകത്തെ അറിയാൻ, പ്രകൃതി എന്താണെന്നും പുരുഷൻ ആരാണെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ തത്വത്തെ എനിക്ക് കൃത്യമായിട്ട് ഉപദേശിച്ചു തരണേ എന്ന് ദേവഹൂതി ഭഗവാനോടായിട്ട് പറയാണ്. അങ്ങനെ പറഞ്ഞ സമയത്തോ ഭഗവാൻ ഉപദേശം ആരംഭിച്ചു. എന്തൊക്കെയാ ഭഗവാൻ അവിടെ പറഞ്ഞത്? യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോപരതിർയത്ര ദുഃഖസ്യ സുഖസ്യ ച. അമ്മേ, അമ്മയുടെ ഈ അവസ്ഥ മാറണമെങ്കിൽ, അമ്മയുടെ ദുഃഖം നീങ്ങണമെങ്കിൽ, ഭോഗത്തിനോടുള്ള ഈ ആഗ്രഹങ്ങൾ, അത് ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായുള്ള ഞെട്ടോട്ടം, അതിനെ കൊണ്ടുണ്ടാവുന്ന സുഖം ദുഃഖം ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ. ഈ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കർമ്മം ചെയ്യാൻ കാരണം എന്താണ്? തൻ്റെ ഉള്ളിലുള്ള അപൂർണതാഭ്രമം കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഞാൻ പരിപൂർണനാണെന്നുള്ള വിചാരം ഉണ്ടായാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല. ഞാൻ കർമ്മം ചെയ്യാൻ കാരണം ഞാൻ പൂർണ്ണനല്ല എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. അങ്ങനെ പല കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മം കൊണ്ടാണ് എല്ലാ ദുഃഖം ഉണ്ടാവുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മ എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടത്? യോഗാവസ്ഥയിൽ ഇരുന്നും കൊണ്ട് കർമ്മം ചെയ്യൂ. അതാണ് ഏറ്റവും പ്രധാനം. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. ശ്രേയസ്സിനായിട്ട് ഏറ്റവും പ്രധാനമായ വഴി എന്താണ്? ആധ്യാത്മികമായ യോഗമാണ് വരാൻ ഉള്ള ഏറ്റവും മുഖ്യ വഴി. യോഗം വെച്ചാൽ എന്താ? ഇവിടെ പറയാണ്, അത്യന്തോപരതിരയത്ര ദുഃഖസ്ഥിത സുഖസ്യ ച. ദുഃഖവും സുഖവും തീരെ മനസ്സിൽ വരാത്ത അവസ്ഥ, അതാണ് യോഗം. ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന്റെ പിന്നിലൊരു ഫലോദ്ദേശം ഉണ്ടാവും. ആ ഫലം വെച്ചും കൊണ്ടാണ് കർമ്മം ചെയ്യുക. അങ്ങനെ ഫലാകാംക്ഷയോടുകൂടി കർമ്മം ചെയ്താൽ മനസ്സെങ്ങനെയാവും? അസ്വസ്ഥമായി മാറും. അമ്മ ഫലാകാംക്ഷയോടുകൂടി കർമ്മം ചെയ്യാതിരിക്കൂ, കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കൂ. കർമ്മത്തിന്റെ ഫലമായിട്ട് സുഖം ഉണ്ടാവട്ടെ ദുഃഖം ഉണ്ടാവട്ടെ, എന്നെ രണ്ടിനാലും ബാധിക്കപ്പെടുന്നില്ല, ഞാൻ ഇതിനാൽ രണ്ടിനാലും ബാധിക്കപ്പെടുന്നവനല്ല എന്ന ആ ഭാവത്തോടുകൂടി കർമ്മത്തെ ചെയ്യൂ. അങ്ങനെ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലോ അമ്മയ്ക്ക് ക്ഷേമം ഉണ്ടാവും. അപ്പം മനസ്സിൽ ദുഃഖം വരുമ്പോ സമയത്ത് നമുക്ക് ആകെ കൂടെ അസ്വസ്ഥതകൾ ഉണ്ടാവും. സുഖം വന്നാലോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ന്യായദർശനത്തിൽ പറയും, അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം എന്നാണ്. അനുകൂല വേദനീയം സുഖം, മനസ്സിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, സന്തോഷങ്ങളായ പല കാര്യങ്ങളും കണ്ടാൽ അതെന്തായി? അത് സുഖമായി. അനുകൂല വേദനീയം സുഖം, അതിനുള്ള കിട്ടുന്ന ആ ഒരു ആത്മസുഖം, അതാണ് സുഖം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുകൂലങ്ങളായ കാര്യങ്ങളൊക്കെ വന്നാൽ ഉണ്ടാവുന്ന മനസ്സിന്റെ ഒരു ഭാവം, ഇതാണ് സുഖം. എന്നാൽ പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടായാലോ, ഇപ്പൊ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടായി, അതാണ് ദുഃഖം. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഈ സുഖകാര്യങ്ങൾ വരുന്ന സമയത്ത് സന്തോഷിക്കാനും ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് ദുഃഖിക്കാനും മനുഷ്യനാവേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ജന്തുക്കൾക്കും അങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ ഒരു നായനെ കണ്ടു, ആ നായക്കായിട്ട് കുറച്ച് ഭക്ഷണം എടുത്തു കൊടുത്തു. നായ എന്താ ചെയ്യുക? ആ സുഖം നായ പുറത്തേക്ക് കാണിക്കും, വാലിങ്ങനെ കളക്കുന്നത് കാണാം. നന്നായി താങ്ക്സ് എന്ന് പറയാവൂ നായ. ഈ വിറകിന്റെ കൊള്ളിയൊക്കെ എടുത്ത് അടിക്കാൻ പുറപ്പെട്ടാലോ നായ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി കുറച്ചും കൊണ്ട് ഓടിപ്പോവുകയും ചെയ്യും. അതെന്താ അങ്ങനെ വരാൻ കാരണം? നായയിലും ഉണ്ട് സുഖം ഉണ്ടാവുന്ന സമയത്ത് സന്തോഷം, ദുഃഖകരമായ സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ദുഃഖങ്ങളും. ഈ ഒരു അവസ്ഥയ്ക്ക് എത്താൻ മനുഷ്യനാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ മനുഷ്യനാണ്. മനുഷ്യൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? മനു അവബോധന എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യൻ എന്നുള്ള വാക്കുണ്ടായത്. മനനം ചെയ്യാനുള്ള കഴിവുള്ളവനാരോ അവനാണ് മനുഷ്യൻ. അപ്പൊ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? സുഖം ഉണ്ടാവുന്ന സമയത്തും ദുഃഖം ഉണ്ടാവുന്ന സമയത്തും രണ്ടിനാലും ബാധിക്കപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന ആ മനസ്സോടുകൂടി അവനാവുക. മനസ്സിളകാതിരിക്കുക. സുഖം വരുന്ന സമയത്ത് ഇളകണ്ട, ദുഃഖം വരുന്ന സമയത്തോ ആകെ അയ്യോ ഞാൻ അങ്ങനെയായി പോയല്ലോ അങ്ങനെയും കരുതണ്ട. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് സുഖം പോലും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയല്ലേ ഉള്ളത്. ഒരു വാരികയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ലോട്ടറി കിട്ടിയവരുടെയൊക്കെ പിന്നീട് ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ചൊരു വാരികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോട്ടറി കിട്ടിയവരിൽ അധികം ആളുകൾ നശിക്കുകയുണ്ടായത്. കാരണം പെട്ടെന്നുണ്ടായ ഒരു സുഖമാണ്.
ആ സുഖത്തെ പോലും എങ്ങനെയാ വേണ്ടത്, എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് നിശ്ചയില്ല. അതിന് പോലും സഹിക്കാൻ കഴിയുന്നില്ല. മനസ്സങ്ങടെ ഇളകുകയാണ്. ഓ, തനിക്കൊരു 1 കോടി രൂപ കൊണ്ട് കിട്ടിയല്ലോ, വളരെ സുഖം, ഇന്നും ചെയ്യാനില്ല, ഒക്കെ കിട്ടി എന്നുള്ള ഭാവത്തിൽ 1 കോടി രൂപ 6 മാസം കൊണ്ട് ദൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. നല്ല കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെയാണ് അധിക ആളുകളുടെ അവസ്ഥ ഉണ്ടായത് എന്ന് അതിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ സുഖകാര്യങ്ങൾ വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും കർമ്മം ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. കർമ്മത്തിന്റെ ഫലമായിട്ട് സുഖവും ദുഃഖവും മാറി മാറി വരും. ഈ മാറി വരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും മാറ്റപ്പെടാതെ, അതിനൊന്നും താതാത്മ്യപ്പെട്ടു പോവാതെ വിട്ടു നിൽക്കാൻ സാധിക്കുന്ന മനസ്സോടുകൂടിയവനായാൽ നമ്മൾ ആരാവുന്നു? നമ്മൾ യോഗിയാവുന്നു. ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിനാണ് യോഗം എന്ന് പറയാ. ഭഗവാൻ ഗീതയിലും പറയും, യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്വാ കരോതിയ സിദ്ധ്യ സിദ്ധ്യൗ സമോ ഭൂത്വാ സമത്വം യോഗമുച്യതേ. വാസ്തവത്തിൽ എന്താ യോഗം? മനസ്സിന്റെ സമനില തെറ്റാത്ത അവസ്ഥയാണ് യോഗം. മനസ്സെപ്പോഴും സമമായ ബുദ്ധിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. വാസ്തവത്തിൽ ദുഃഖം ഉണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങളോ കർമ്മങ്ങളോ അല്ല, മറിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സാണ് ദുഃഖം ഉണ്ടാക്കുന്നത്. കർമ്മഫലത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സല്ലേ ദുഃഖം ഉണ്ടാക്കുന്നത്? കർമ്മമാണോ ദുഃഖം ഉണ്ടാക്കുന്നത്? കർമ്മമല്ല. കർമ്മത്തിന്റെ ഫലം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആവണം, അങ്ങനെ തന്നെ വരണം, വേറൊരു തരത്തിലും മാറിപ്പോവരുത്. ഈ മനസ്സിന് ആ കർമ്മത്തോടുള്ള ഒട്ടലാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഈ മനസ്സിനെ നിസ്സംഗമാക്കുകയാണ് വേണ്ടത്. നിസ്സംഗമായി കഴിഞ്ഞാലോ സുഖം വാ യതി വാ ദുഃഖം, സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടും എന്നെ ബാധിക്കില്ല. ഞാൻ ഇതിന് രണ്ടിനും സാക്ഷി എന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ കഴിയുക. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, സമുദ്രത്തെ കാണാം, കടലിനെ കാണാം, പക്ഷെ കടലിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നല്ല സുഖമാണ്. പക്ഷെ കടലിലേക്ക് ഇറങ്ങിപ്പോയാലോ, ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കയറി വരാൻ പ്രയാസമാണ്. നോക്കിയിരിക്കാൻ കഴിയണം. ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, എന്നെ അതൊന്നും ബാധിക്കില്ല, ഇതിന്റെ ഫലം എന്തായാലും എനിക്ക് വിരോധമില്ല, ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യും. ആ ഭാവത്തിൽ കർമ്മങ്ങളെ ചെയ്യാൻ കഴിഞ്ഞാലോ, അങ്ങനെ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്സംഗമായ ആ മനസ്സോടുകൂടിയവനായി കഴിഞ്ഞാൽ നമ്മെ ഒരു സുഖദുഃഖങ്ങളും ബാധിക്കില്ല. രാമകൃഷ്ണ പരമഹംസര് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയും. ചക്ക മുറിക്കുന്ന സമയത്ത് പശ പറ്റാതിരിക്കാനായിട്ട് ഒരു ചക്കയുടെ ഒരു പശ ഉണ്ടല്ലോ, വിളഞ്ഞി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക, ഇവിടെ എന്താ പറയാന്നറിയില്ലേ. ഈ വിളഞ്ഞി പറ്റാതിരിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്താൽ മതി? ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയാൽ മതി. വെളിച്ചെണ്ണ വരട്ടിയിട്ട് ചക്ക മുറിക്കുകയാണെങ്കിലോ അതിന്റെ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നിസ്സംഗതയാകുന്ന ഒരു വെളിച്ചെണ്ണ നമ്മുടെ മനസ്സിൽ ആദ്യം പുരട്ടി വെക്കുക. കർമ്മം എന്താവട്ടെ, എന്തായാലും എനിക്ക് വിരോധമില്ല, ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഫലം ചിലപ്പോൾ സുഖകരമായിരിക്കാം, ചിലപ്പം അസുഖകരമായിരിക്കാം, ചില സമയത്ത് ലാഭം കിട്ടിയേക്കാം, ചിലപ്പോഴോ നഷ്ടമായിരുന്നിരിക്കാം. എന്നതൊന്നും ബാധിക്കില്ല, ഞാൻ ചെയ്യേണ്ട കർമ്മത്തിൽ ശ്രദ്ധിക്കുന്നു. ഈ രീതിയിൽ കർമ്മം ചെയ്താൽ അവൻ ആരാണ്? അവൻ യോഗിയാണ്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മമാണ് യോഗം. ഭഗവാൻ തന്നെ പറയും, യോഗ കർമ്മസുകൗശലം. കർമ്മത്തെ എങ്ങനെയാ കുശലതയോടുകൂടി ചെയ്യുക? യോഗമായും കൊണ്ട് ചെയ്താൽ കർമ്മം കുശലമായി മാറി. കർമ്മം ഇങ്ങനെ ചെയ്യണം. കർമ്മഫലത്തോട് ഒട്ടലില്ലാതെ താതാത്മ്യപ്പെടാതെ കർമ്മത്തെ നിസ്വാർത്ഥമായിട്ട് അതിന്റെ ഫലത്തെ ത്യജിച്ചും കൊണ്ട് ഫലാകാംക്ഷ വെക്കാതെ എന്നിലേക്ക് വരുന്ന കർമ്മത്തെ നല്ലതുപോലെ ആത്മസമർപ്പണമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ യോഗിയായി. അങ്ങനെ യോഗസ്ഥനായിട്ട് അമ്മ കർമ്മത്തെ ചെയ്യൂ. അത്യന്തോപരതര യത്ര ദുഃഖസ്യജ സുഖസ്യജ. യോഗിയെ സംബന്ധിച്ചിടത്തോളം സുഖവും ഇല്ല ദുഃഖവും ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സുഖം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും. ദുഃഖം ഉണ്ടെങ്കിലോ സുഖം ഉണ്ടാവും. എന്നാൽ സുഖത്തിനുള്ള ആ അവസ്ഥ, സുഖം ഉണ്ടാവുന്നത് ആ മനസ്സിന്റെ ഇഷ്ടങ്ങളാണ് സുഖത്തെ നിർമ്മിക്കുന്നത്. മനസ്സിലെ അനിഷ്ടങ്ങൾക്കാണ് ദുഃഖത്തിന് കാരണമാവുന്നത്. ഇഷ്ടങ്ങളുള്ള കാര്യങ്ങളൊക്കെ, ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നാൽ സുഖമായി, അനിഷ്ടങ്ങൾ വന്നാലോ ദുഃഖമായി. എന്നാൽ ഇഷ്ടവും വരുന്നില്ല യോഗിക്ക്, അനിഷ്ടവും ഇല്ല. ഒന്നിനോടൊരു ഇഷ്ടവും ഇല്ല, അനിഷ്ടവും ഇല്ല. എന്തായാലും യാതൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കർമ്മങ്ങളെ ചെയ്യുന്നു. ദത്താത്രേയ ഗീതയിലൊക്കെ കാണാം, ഒരു ഋഷിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ ഋഷി ഇടയ്ക്ക് 7-ാം നില മാളികയുടെ മുകളിൽ 7 നില കിടക്കേന്റെ മുകളിൽ 7 കട്ടിലിന്റെ മുകളിൽ 7 കിടക്ക വിരിച്ച് അതിഗംഭീരായിട്ട് ഇടയ്ക്ക് കിടക്കാറുണ്ട്. ചില സമയത്തോ തൃണപർണ അശ്മ ഭസ്മസു, ഇടയ്ക്ക് പുല്ലിലോ ഭസ്മത്തിലും കിടക്കാറുണ്ട്. ഞാൻ ഇന്നലെ 7-ാം നില മാളികയുടെ മുകളിലായിരുന്നു കിടന്നത്, ഇന്നിങ്ങനെ ആയിപ്പോയില്ലേ ഭഗവാനെ,
ആ വിചാരമൊന്നും ആർക്കില്ല, തനിക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആയല്ലോ, ആ ദുഃഖം അതാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ ആവുമോ, ഭാവിയിൽ എന്താ ആയിത്തീരുക, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്. എന്നാൽ എന്നിലേക്ക് വരുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, അതിനെ ഫലങ്ങളൊന്നും എന്നെ ബന്ധിക്കില്ല, എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാലോ, മനസ്സ് ഇളകാതിരുന്നാലോ, മനസ്സുറയ്ക്കാൻ കഴിഞ്ഞാലോ, അവനെന്ത് ദുഃഖം എന്ത് സുഖം. ഭർത്തൃഹരി പറയുന്നുണ്ടല്ലോ, ആയാതമായാതമപേക്ഷണീയം ഗതം ഗതം സർവമുപേക്ഷണീയം. ടെൻഷനാണ് ഇപ്പൊ എല്ലാവർക്കും. ഇപ്പം ചെറിയൊരു കുട്ടി മുതൽക്ക് 95 വയസ്സായ മുത്തശ്ശിക്ക് വരെ ടെൻഷനാണ്, 4 വയസ്സായ കുട്ടിക്കും ടെൻഷനാണ്. എന്താ ഈ ടെൻഷൻ ഉണ്ടാവാൻ കാരണം? ടെൻഷൻ ഉണ്ടാവാൻ കാരണം ഇങ്ങനെ മുറുകി പിടിക്കുന്നത് കൊണ്ടാണ്, വിഷയങ്ങളോട് വല്ലാതെ അങ്ങനെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ടെൻഷനും ഉണ്ടാവാൻ കാരണം. ഇറുക്കി പിടിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. അത് എന്നിലേക്ക് എന്നെ കിട്ടണം, വേറെ എവിടേക്കും പോവരുത്, എവിടെ നോക്കിയാലും മത്സരമാണ്. കലോത്സവത്തിന്റെ കാലമാണല്ലോ ഇപ്പം. കലോത്സവത്തിൽ സ്റ്റേജിന്റെ മുകളിൽ കുട്ടികൾ തമ്മിലുള്ള മത്സരം, പുറത്ത് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരം, ജഡ്ജിമെന്റ് തമ്മിലുള്ള മത്സരം, അപ്പീലിനെടുത്ത് പോയാൽ അവിടെയും മത്സരം, അപ്പീലുകൾ തമ്മിലുള്ള മത്സരം, എല്ലാ ദിക്കിലും മത്സരമാണ്. ഇങ്ങനെ വരാൻ കാരണം എന്താ? തനിക്ക് എന്നെ വേണം, വേറെ ആൾക്ക് കിട്ടരുത്. ഈ ഒരു ഇറുക്കി പിടിക്കുന്നത് കൊണ്ടാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. അതിന് പകരം വരുന്നതൊക്കെ വരട്ടെ, ഞാൻ എൻ്റെ കർമ്മം വല്ലതുപോലെ ചെയ്യുന്നു, ഞാൻ പ്രഭാഷണം ചെയ്യുന്നു, നന്നായാ നന്നായി, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യും, നന്നായാ നന്നാവട്ടെ, ചീത്തയായാ ചീത്തയാവട്ടെ, ഞാൻ ചെയ്യാനുള്ള കർമ്മം നല്ലതുപോലെ ചെയ്യും. കർമ്മത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിലോ എന്നാ യാതൊരു ദുഃഖവും ഉണ്ടാവില്ല, സുഖവും ഉണ്ടാവുന്നില്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും ഇളകാതെ നിൽക്കുന്ന ഉറച്ച മനസ്സോടുകൂടിയവനാവും. നിവാദം ദീപവൽ ചിത്തം എന്നൊക്കെ പറയും പഞ്ചദശീകാരൻ. നിവാദ ദീപവൽ ചിത്തം. നിവാദ ദീപവൽ എന്ന് പറയുന്ന അർത്ഥം കാറ്റില്ലാത്ത വിളക്ക് പോലെ. വിളക്കിലെ തിരി കാറ്റുണ്ടെങ്കിൽ ഇളകി കളിക്കും, കാറ്റില്ലെങ്കിലോ അത് ശരിയായിട്ട് കത്തി നിൽക്കും. അതുപോലെ നിവാദ ദീപവൽ ചിത്തം, മനസ്സിന് യാതൊരു ഇളക്കവും വരാതെ മനസ്സ് ഉറച്ചു നിൽക്കുക, ആത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആ ഭാവത്തിലോടുകൂടി നിന്നു കഴിഞ്ഞാൽ അവന് സുഖം ഉണ്ടാവുന്നില്ല, ദുഃഖം ഉണ്ടാവുന്നില്ല. നമുക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണം എൻ്റെ കർമ്മത്തിന്റെ ഫലം എനിക്ക് തന്നെ കിട്ടണം, വേറെ ആർക്കും പോവരുത്, എനിക്ക് തന്നെ കിട്ടണം, എന്നിലേക്ക് തന്നെ വരണം, വേറെ എവിടേക്ക് എത്തരുത്. ഈ ഒരു കർമ്മഫലത്തോടുള്ള ആ അമിതമായ ആ ശ്രദ്ധയാണ്, അമിതമായ ഒട്ടലാണ് എല്ലാ ദുഃഖത്തിനും കാരണം. കൊട്ടത്തേങ്ങ കണ്ടില്ലേ, കൊട്ടത്തേങ്ങ പോലെ ആവണം എന്നാണ്. ശരിക്കും ഗണപതി ഹോമത്തിൽ കൊട്ടത്തേങ്ങ ഹോമിക്കാൻ കാരണം എന്താണ്? ഹോമം എന്ന് തിരിച്ചു പറഞ്ഞാൽ മോഹം എന്ന് പറയാറുണ്ട്. മോഹങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ എന്ത് വേണം? കൊട്ടത്തേങ്ങ പോലുള്ള മനസ്സാവണം നമ്മുടേത്. മോഹൻച്ചാൽ ഭ്രമം എന്നാണ് അർത്ഥം. ഭ്രമം മുഴുവൻ നീങ്ങണമെങ്കിൽ നമ്മൾ ആരാവണം? കൊട്ടത്തേങ്ങ പോലുള്ളവരാവണം. കൊട്ടത്തേങ്ങ തേങ്ങയുടെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ തേങ്ങയോട് യാതൊരു ഒട്ടലുമില്ല, തേങ്ങയോട് യാതൊരു ഒട്ടലുമില്ലാതെ വേറിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ ഭ്രമങ്ങളൊക്കെ നീങ്ങാൻ, എല്ലാ പരിഭ്രമങ്ങളും അസ്വസ്ഥതകളും നീങ്ങാൻ ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. കർമ്മങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടത്, വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ശരീരന്റെ കർമ്മം ചെയ്തേ തീരൂ. എന്നാൽ കർമ്മഫലത്തോടൊന്നും യാതൊരു ഒട്ടലുമില്ലാതെ വിട്ടു നിൽക്കാനും കൂടി സാധിക്കുക. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പശ്യൻ, ശൃണ്ണൻ, സ്പൃശൻ, ജിഘ്രൻ, ഉന്മിഷൻ, നിമിഷൻ, നപി. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുമ്പോൾ തന്നെ യോഗികളും കർമ്മം ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അവർ കർമ്മം ചെയ്യുന്നത്? സംഘം തെക്ത്വ ആത്മശുദ്ധയെ. അവർക്ക് കർമ്മഫലത്തോട് സംഘം ഉണ്ടാവുന്നില്ല. കർമ്മം അവർ ചെയ്യുന്നു മാത്രം, കർമ്മഫലത്തോട് യാതൊരു സംഘവും ഉണ്ടാവുന്നില്ല. സംഘം തെക്ത്വ ആത്മശുദ്ധയെ. ആത്മശുദ്ധിക്കായിട്ട്, ആത്മാവിനെ ഉയർത്തുന്നതിനായിട്ട്, ഈശ്വരനിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അവർ കർമ്മം ചെയ്യുന്നു. കർമ്മഫലത്തോട് യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല. ഇങ്ങനെ കർമ്മം ചെയ്യുന്നതാണ് വാസ്തവത്തിൽ യോഗസ്ഥനായും കൊണ്ടുള്ള കർമ്മം. ഇതാണ് യോഗം. പറയാണ്, തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാനഖേ ഋഷീണാം ശ്രോതുകാമാനാം യോഗം സർവാംഗ നൈപുണം. ഈ യോഗത്തെ അല്ലയോ അമ്മേ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. ഋഷീണാം ശ്രോതുകാമാനാം, എത്രയോ ഋഷീശ്വരന്മാരാൽ പറഞ്ഞ ആ യോഗത്തെ അമ്മയ്ക്കായിട്ട് ഉപദേശിച്ചു തരാം. അവിടെ അമ്മയെ എങ്ങനെയാ വിശേഷിപ്പിക്കുന്നത് ഭഗവാൻ? അനഘേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനഘ, അനഘേ എന്നൊക്കെ പറഞ്ഞ അർത്ഥം പാപം തീരെ ഇല്ലാത്തവളെ, യാതൊരു പാപവും തീണ്ടാത്തവളെ. പാപിനി അല്ല, യാതൊരു പാപവും ചെയ്യാത്തവളാണ്. നമ്മൾ ആരും പാപികളല്ല എന്ന് സാരം. പാപം എന്നുള്ളതൊക്കെ അജ്ഞാനത്തിന്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. അജ്ഞാനം നീങ്ങുന്നതോടുകൂടി ഞാൻ ആരായിത്തീരുന്നു? വിശുദ്ധനായിത്തീരുന്നു. പാപങ്ങളൊന്നും എന്നിലില്ല. ഞാൻ പാപിയാണെന്നുള്ള വിചാരമാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നുണ്ട്.
ഞാൻ പാപിയാണെന്നുള്ള ധാരണയാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ടാണ് പറഞ്ഞത് അനഘേ, അമ്മയെ വിശേഷിപ്പിക്കുകയാണ്. അമ്മ ആരാണ്? അനഘയാണ്, പാപം തീരെ ഇല്ലാത്തവളാണ്. എത്രയോ ഉപനിഷത്ത് വാക്യങ്ങളിലും എത്രയോ മഹാവാക്യങ്ങളിലൊക്കെ ഈ അനഘ അനഘയെന്ന് കാണാൻ കഴിയും. ഒരിക്കലും നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മെ പാപീന്ന് വിളിച്ചിട്ടില്ല, പാപികളെന്ന് വിളിക്കുന്നില്ല. ചില ആരാധനാലയങ്ങൾ എടുത്തുകൂടെയൊക്കെ പോകുമ്പോൾ കാണാം, പാപം ചെയ്യുന്നവരെ ഉയർത്താനായിട്ട് വന്നു എന്നൊക്കെ കാണാം. അവിടെയൊക്കെ പാപമുണ്ട്. നമുക്ക് പാപം ഉണ്ടാവും. നമ്മളാരും പാപികളല്ല. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ നമ്മെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ശൃണ്ണന്ത് വിശ്വേ അമൃതസ്യ പുത്രാഹ അയേ ധാമാനി ദിവ്യാനി തസ്ഥു. അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ അമൃതപുത്രന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കലും പാപികളെ എന്ന് വിശേഷിപ്പിക്കുന്നില്ല. ആര്യന്മാരെ, ശ്രേഷ്ഠന്മാരെ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആരല്ല, പാപികളല്ല എന്ന് സാരം. ഇത് പറയാണ്, ചേതക്കല്ലസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളോ കർമ്മമോ അല്ല ബന്ധനത്തിന് കാരണം, അവയോട് താതാത്മ്യപ്പെടുന്ന, നേരത്തെ പറഞ്ഞല്ലോ, മനസ്സാണ് ബന്ധനത്തിന് കാരണം. മോക്ഷത്തിന് കാരണം വാസ്തവത്തിൽ എന്താണ്? മനസ്സ് തന്നെയാണ്. മനസ്സ് തന്നെയാണ് ബന്ധിപ്പിക്കുന്നതും മുക്തിയിലേക്ക് നയിക്കുന്നതും. ഗുണേഷു സക്തം ബന്ധായ, ഗുണങ്ങളോട് വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മനസ്സ് എന്തിന് കാരണമാവുന്നു? ബന്ധനത്തിന് കാരണമാവുന്നു. വിഷയങ്ങൾ, ഓരോരോ കാര്യങ്ങൾ കിട്ടണം, ആ രീതിയിൽ തന്നെ മനസ്സ് ഉറയ്ക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് തന്നെ മനസ്സ് പോകുന്നുണ്ടെങ്കിൽ മനസ്സ് എന്തിന് കാരണമാവുന്നു? അസ്വസ്ഥതകൾക്ക് കാരണമാവുന്നു, ബന്ധനത്തിന് കാരണമാവുന്നു. നമ്മൾ ഞാൻ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളല്ലേ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ പല ചിന്തകളുമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ. ഈ ചിന്തകളല്ലേ ബന്ധിപ്പിക്കുന്നത്, സങ്കല്പങ്ങളല്ലേ ബന്ധിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ ശരീരത്തിലൊക്കെ അശാന്തി ഉണ്ടാവാൻ കാരണം മനസ്സിന്റെ കുഴപ്പം കൊണ്ടല്ലേ. മനസ്സ് പലതിലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടും ഓടുന്നത് കൊണ്ടും ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും അല്ലേ എല്ലാ ദുഃഖത്തിനും കാരണമാവുന്നത്. ആലോചിച്ച് നോക്കൂ, പലതിൻ്റെയും വഴിയെ മനസ്സ് പോവുകയാണ്. ചാക്യാര് കൂത്തിൽ പറയുന്നത് പോലെയാണ്, അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായ ഓരോരോ വിഷയങ്ങളിൽ സംഭ്രമിച്ച് വൃഥാവലയെ കാലക്ഷേപം ചെയ്യുന്നു എന്ന് പറയും. അനിത്യങ്ങളും അല്പസുഖപ്രദങ്ങളുമായ കാര്യങ്ങളിലേക്ക് മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നു. ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് ബന്ധനങ്ങൾ ഉണ്ടാവുന്നു. എല്ലാ ബന്ധനങ്ങളും ഉണ്ടാവുന്നു. കേസിൽ പെടാനും കുഴപ്പങ്ങൾ ഉണ്ടാവാനും എല്ലാറ്റിനും കാരണം എന്താണ്? മനസ്സ് അസ്വസ്ഥമാവുന്നത് കൊണ്ടാണ്. മനസ്സ് ഓരോന്ന് സങ്കല്പിച്ച് വെക്കുകയാണ്. അതിന്റെ വഴിയെ പായുന്നത് കൊണ്ടാണ് എല്ലാ ദോഷങ്ങളും ഉണ്ടാവുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്ന മനസ്സിനെ തമിഴര് പറയാറുണ്ട്, മനം ഒരു കുരങ്ങ് എന്ന് പറയാറുണ്ട്. മനസ്സൊരു കുരങ്ങിനെ പോലെയാണ് എന്നാണ്. കുരങ്ങെന്താ ചെയ്യുക? ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കും. ആ കൊമ്പിന്റെ മുകളിൽ നിന്ന് അടുത്ത കൊമ്പിന്റെ മുളകി ചാടും, അതിന്റെ മുകളിൽ നിന്ന് അടുത്ത കൊമ്പിന്റെ മുളകി ചാടും. ഇങ്ങനെ പലതിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോവുക ചെയ്യുക കുരങ്ങ്. അതുപോലെ മനസ്സ് ഇവിടെ ഇരിക്കുന്ന സമയത്തിന് ഇടയ്ക്ക് എവിടേക്കാവും മനസ്സ് പോവുക? പാചകപ്പുരയിലാവും. രാവിലെ കഴിച്ച ഇഡ്ഡലീന്റെ ഓർമ്മയുണ്ടാവുക ചിലപ്പോൾ. ഇങ്ങനെ പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? പല ചിന്തകളുമാണ്. സ്കൂൾ വിട്ട് വരാൻ മകൻ അല്പസമയം വഴുകി കഴിഞ്ഞാൽ അമ്മ എന്താ ആലോചിക്കുക? ആദ്യം ആലോചിക്കുക എന്താണ്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും മകൻ വഴുകിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിന്റെ വിഷയങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം അവിടെ വരാൻ വഴുകിയത്. അങ്ങനെയാണോ ആലോചിക്കുക? നാട്ടിലൂടെ ടിപ്പറൊക്കെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടേ, എന്തേ പറ്റിപ്പോയി ഉണ്ടാവുമോ മകന്? അങ്ങനെ ആലോചിക്കുക. മിക്കവാറും എന്താ ഉണ്ടാവുക? രണ്ടാമത് പറഞ്ഞതല്ലേ ആദ്യം ആലോചിക്കുക. പോസിറ്റീവായിട്ട് അപ്പം പോലും ആലോചിക്കില്ല, നെഗറ്റീവായിട്ടേ ആ സമയത്ത് പോലും ചിന്തിക്കുള്ളൂ. എന്നാ അഥവാ രണ്ടാമത് പറഞ്ഞതാണ് വന്നതെങ്കിൽ തന്നെ എന്നാ ആദ്യത്തത് ആലോചിക്കുകയാണെങ്കിലോ, സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കുന്ന ആലോചിക്കുകയാണെങ്കിൽ ഇത് അറിയുന്നവരെ സമാധാനം ഉണ്ടാവില്ലേ? അല്പസമയം തന്നെ സമാധാനം ഉണ്ടാവില്ലേ? എന്നാലും മനസ്സിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്നത്, എല്ലാ വിഷമങ്ങളും ഉണ്ടാവുന്നത്. ഇവിടെ പറയാണ്, ദേ മനസ്സിനെ ഈശ്വരിലേക്ക് ഉറപ്പിക്കുകയാണെങ്കിലോ, ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ഭഗവാങ്കലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ, പുംസി ചാൽ പുരുഷൻ എന്നാണ് അർത്ഥം, പുരുഷനിൽ എന്നാണ് അർത്ഥം. പുരുഷൻ ചാൽ അവിടെ ആരാണ്? പുരുഷൻ ചാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം, ആണെന്നുള്ള അർത്ഥമല്ല. പുരുഷൻ ചാൽ പുരുഷ സൂക്തത്തിലൊക്കെ പ്രതിപാദിക്കുന്ന ശക്തി ഈശ്വരൻ ഉണ്ടല്ലോ. പുരുഷ ഏവ ഇതം സർവം, ഈശ്വരന്റെ വേദത്തിലുള്ള ഒരു പര്യായ പദമാണ് പുരുഷൻ എന്നുള്ളത്. പുരുഷൻ, ഈശ്വരൻ, ഭഗവാൻ, ക്ഷേത്രജ്ഞൻ, ബ്രഹ്മം, ഇതെല്ലാം ഒരേ ശക്തിയെ സൂചിപ്പിക്കുന്ന ഭിന്നങ്ങളായ പേരുകളാണ്. ശ്രീമദ് ഭാഗവതത്തില് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഈ പേരുകളൊക്കെ തന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ കഴിയും. കപിലോപദേശത്തിൽ പുരുഷൻ എന്ന് പറയുന്നു,
രഘുഗണോപദേശത്തിലോ ഭരതരഘുഗണ സംവാദത്തിൽ ക്ഷേത്രജ്ഞ എന്ന് കാണാൻ കഴിയും. ഈ ക്ഷേത്രജ്ഞനും പുരുഷനും ഭഗവാനും ബ്രഹ്മവും എല്ലാം ഒന്ന് തന്നെ. ആദ്യമേ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ ശക്തി തന്നെ. തത്വജ്ഞാനികൾ എങ്ങനെ മനസ്സിലാക്കുന്നു? വദന്തിത തത്വവിധ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഇങ്ങനെ പല പേരുകളിലായിട്ട് ആ ഈശ്വരനെ പറയുന്നു. അപ്പൊ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശ്വരന്റെ പര്യായമാണ്. ഈശ്വരനാണ് പുരുഷൻ. പുരുഷ സൂക്തത്തിലൊക്കെ ഉള്ള പുരുഷൻ. അവിടെ ഒരു ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ പറഞ്ഞത്. രണ്ട് കൈകളുണ്ട്, അല്ലെങ്കിൽ മീശ ഉണ്ട്, താടിയുണ്ട്. ഈശ്വരൻ ആ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞത്. പുരുഷൻ എന്നുള്ള ലിംഗവാചിയായിട്ടല്ല ഉപദേശിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കണം. പുരത്തിൽ ശയിക്കുന്നവൻ ആരോ അവനാണ് പുരുഷൻ. യാസ്കൻ പറയുന്നുണ്ട്, പുരീഷാദ ഇതി പുരുഷ എന്നാണ്. പുരത്തിൽ ഇരിക്കുന്നവൻ ആരോ അവനാണ് പുരുഷൻ. ഏത് പുരം? ഈ പ്രപഞ്ചത്തെ ഒരു പുരമായിട്ട് കൽപ്പിക്കാം. ആ പുരത്തിൽ ഈശ്വരനുണ്ട്. ഈ ശരീരത്തെ ഒരു പുരമായി കൽപ്പിക്കാം. ഈ ശരീരത്തിലും ആരിയ്ക്കുന്നു? ഈശ്വരൻ വർത്തിക്കുന്നു. അങ്ങനെയൊക്കെ ഈശ്വരന്റെ പര്യായമായിട്ട് എങ്ങനെ വന്നു? പുരുഷൻ എന്നുള്ള പേര് വന്നു. ആ ഈശ്വരനിൽ മനസ്സുറച്ചു കഴിഞ്ഞാലോ അപ്പം മുക്തിക്ക് കാരണമാവുന്നു. മനസ്സ് വിഷയങ്ങളിലേക്ക് പോയാൽ ബന്ധനത്തിന് കാരണമാവുന്നു. പലതരത്തിലും മനസ്സ് അസ്വസ്ഥമാകുന്നു. എന്നാൽ ഇതേ മനസ്സിനെ ഈശ്വരനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, എന്നെ അതൊന്നും ബന്ധിക്കില്ല എന്നുള്ള ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്താലോ ഈ കർമ്മങ്ങളും ഈ ഈശ്വരനിലേക്ക് ഉറച്ച മനസ്സും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ എന്താ ഈ മനസ്സിലുള്ള ദോഷങ്ങള്? അതാണ് പിന്നെ പറഞ്ഞത്. അഹം മമാഭിമാനോത്ഥൈ കാമലോഭാദിഭിർമലൈ വിഗതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അഹം മമാഭിമാനോത്ഥൈ. അഹം മമാഭിമാനോത്ഥൈ, ഞാൻ എൻ്റെ എന്നുള്ള ആ ചിന്ത, അതിൽ നിന്നാണ് കാമലോഭാദിഭിർമലൈ. കാമം, ലോഭം, ക്രോധം, മോഹം, മദം, മാത്സര്യം ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അഹം മമ എന്നുള്ള വിചാരമാണ്. ദുഃഖം ഉണ്ടാക്കുന്നത് എന്താണ്? അതും ഞാൻ എൻ്റെ എന്നുള്ള വിചാരം ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ഇവിടുന്നാട് മറിഞ്ഞു വീണാൽ എനിക്ക് ദുഃഖമായി. നേരെ മറിച്ച് എൻ്റെ ശത്രു ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. ഇപ്പൊ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത് എന്താണ്? ഞാൻ തന്നെയല്ലേ. ഞാൻ എൻ്റെ എന്നുള്ള വിചാരം തന്നെയാണ്. പണ്ടൊരു കഥ പറയാറുണ്ട്, അമ്മായിയും കുടിച്ചു പാക്കഞ്ഞി എന്നൊരു കഥ പറയാറുണ്ട്. 8 കാലി വീണ ഒരു കഞ്ഞി കുടിച്ചു, കുറെ ആൾക്കാർ കുടിച്ചു. പഴയ കാലത്ത് അമ്മമാരാണല്ലോ കാരണവന്മാരായിട്ടിരിക്കുക. വീട്ടിന്റെ കാര്യങ്ങളൊക്കെ അമ്മമാരാണ്. അമ്മാവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അതെ വല്യേട്ടൻ കുടിച്ചു 8 കാലി വീണ കഞ്ഞി, നന്നായി ചാവട്ടെ, കുടിക്കട്ടെ. ആരാ കുടിക്കാൻ പറഞ്ഞത്? വല്യമ്മയും കുടിച്ചു, നന്നായി ചാവട്ടെ. ഇങ്ങനെ കുറെ ആൾക്കാർ പേര് പറഞ്ഞു. അവസാനം പറഞ്ഞു അമ്മായിയും കുടിച്ചു പാക്കഞ്ഞി എന്ന് പറഞ്ഞു. അമ്മായിച്ച അയാളെ ഭാര്യയാണ്. പിന്നെ PT ഉഷേന്റെ ഓട്ടൊന്നും സാരല്ല, അതിനും വേഗത്തിൽ ആസ്പത്രിയിലേക്ക് ഓടിയത്. കാരണം എന്താണ്? എൻ്റെ അമ്മായി എൻ്റെ ആളാണ്, എൻ്റെ ഭാര്യയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ദുഃഖം ഉണ്ടാക്കുന്ന ആരാ? മനസ്സിൽ എൻ്റെ ഞാൻ എന്നുള്ള ഈ ബന്ധനം തന്നെ ആ ദുഃഖത്തിന് കാരണം ഉണ്ടാക്കുന്നത്. ചിലർ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത്, ചർമ്മകളൊക്കെ നോക്കുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്, ഇന്ന് വളരെ കുറച്ചേ ഉള്ളല്ലോ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ, ഒന്ന് മരിച്ചുള്ളുവോ. ഇതിൽ തൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അതോടുകൂടി ദുഃഖമായി. വേറെ ആരെങ്കിലും ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? എൻ്റെ ഞാൻ എന്നുള്ള വിചാരം തന്നെയാണ്. ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു കുട്ടി ഒരു സ്ഫടികത്തിന്റെ പാത്രമായിട്ട് ഇങ്ങനെ നടന്നു വരിക. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് വേറൊരു കുട്ടീൻ്റെ അടുത്തേക്ക് എത്തി. അവളെ കൂട്ടുകാരിനെയാണ്. ഈ കൂട്ടുകാരിനെ മുമ്പിലെത്തിയ സമയത്ത് കയ്യിലുള്ള ഈ പാത്രം നിലത്ത് വീണ് പൊട്ടിപ്പോയി. നിലത്ത് വീണ് പൊട്ടിയതോടുകൂടി അവൾ ഉറക്ക ചിരിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇത് നിന്റെ അമ്മാവൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്, നിനക്ക് തരാൻ വേണ്ടി തന്നതാണ്, അതാണ് ഇതാ വീണ് പൊട്ടിയത് എന്ന് പറഞ്ഞു. അതോടുകൂടി എത്രത്തോളം ദുഃഖമായോ അത്രത്തോളം സുഖമായോ അത്രത്തോളം ദുഃഖമായി. തനിക്കുള്ളതാ അപ്പൊ വീണ് പൊട്ടിയത്, അല്ലേ കുഴപ്പമില്ലായിരുന്നു. വേറെ ആരെങ്കിലും ആണേ കുഴപ്പമില്ല, തനിക്കുള്ളത് വീണ് പൊട്ടിയപ്പോഴോ ദുഃഖമായി. അപ്പൊ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത് എന്താണ്? ഞാനും എന്റേതുമാണ്. മനസ്സിലുള്ള ഈ മാലിന്യമാണ് ലോഭത്തിനും ക്രോധത്തിനും അധർമ്മത്തിനും എല്ലാത്തിനും കാരണമായി നിൽക്കുന്നത്. എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആണെങ്കിലോ അത് ധർമ്മമാണെങ്കിൽ അധർമ്മമാണ്. എൻ്റെ സംഘടനയിൽപ്പെട്ടവൻ അധർമ്മം ചെയ്താലോ അത് അധർമ്മമല്ല, അത് എൻ്റെ ആളല്ലേ, എൻ്റെ ജാതിയിൽപ്പെട്ടവനല്ലേ, എൻ്റെ മതത്തിൽപ്പെട്ടവനല്ലേ, എൻ്റെ സംഘടനയിൽപ്പെട്ടവനല്ലേ, അപ്പൊ അത് അധർമ്മം അല്ലാതെയാവുകയാണ്. ഇപ്പൊ എല്ലാ കുഴപ്പത്തിനും കാരണം ഈ സ്വാർത്ഥത തന്നെയാണ്. മനസ്സിന്റെ ബന്ധനത്തിന് കാരണം ഈ സ്വാർത്ഥത തന്നെയാണ്. എന്നാൽ ശരിക്കു പറയുകയാണെങ്കിൽ യോഗത്തിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? വിഗതം യഥാ മനഃശുദ്ധം
അദുഃഖം അസുഖം സമം. യോഗിയാണ് എന്നുള്ളതിന് തെളിവ് എന്താണ്? അദുഃഖം അസുഖം സമം. ദുഃഖവും സുഖവുമില്ലാത്ത ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ യോഗിയാണ്. ഈശ്വരൻ സുഖസ്വരൂപനാണെന്ന് പറയുന്നുണ്ടോ? ആത്മാ സുഖസ്വരൂപനാണെന്ന് പറയുന്നുണ്ടോ? അല്ല, ആത്മാ ആനന്ദമാണ്. സുഖവും ദുഃഖവുമല്ല ആനന്ദം. ആനന്ദം എന്നുള്ളത് എന്താണ്? അത് അവിടേക്ക് എത്തിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആനന്ദം ബ്രഹ്മേതി വിജാനീയാത്. ആനന്ദമാണ് ഈശ്വരൻ. മനസ്സ് ആ ആനന്ദത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ മനസ്സ് പരിശുദ്ധമായി. ഈ അത്യാഗ്രഹങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, കാമക്രോധാദികളൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സ് പരിശുദ്ധമായി തീർന്നു. അപ്പോഴോ എന്താ ഉണ്ടാവുന്നത്? പരിശുദ്ധമായി കഴിഞ്ഞാലോ, മനസ്സ് പരിശുദ്ധമായി കഴിഞ്ഞാൽ തഥാ പരുഷാത്മാനം കേവലം പ്രകൃതേ പരം നിരന്തരം സ്വയം ജ്യോതി അണികാനമഖണ്ഡിതം. ആ മനസ്സിൽ ആത്മാവായ ആ ഭഗവാനെ, പ്രകൃതിക്കും പരനായി നിൽക്കുന്ന, സ്വയം പ്രകാശമായി നിൽക്കുന്ന, അനുസ്യൂതമായിട്ട് ഒഴുകൊണ്ടിരിക്കുന്ന, സമസ്ത വസ്തുക്കൾക്കും പ്രകാശം കൊടുക്കുന്ന, എന്നെ ഞാനാക്കി നിർത്തുന്ന, എല്ലാറ്റിനെയും ഉണ്മയാക്കി നിർത്തുന്ന ആ പരബ്രഹ്മത്തെ തന്നിൽ തന്നെ അറിയാൻ സാധിക്കുന്നു. മനസ്സ് പരിശുദ്ധമാവുന്നതോടുകൂടി തന്നിൽ തന്നെ ആ ഈശ്വരനെ കാണാൻ സാധിക്കുന്നു. അപ്പോഴോ അതോടുകൂടി പ്രസാദത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചലൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷ വിമുക്തൈസ്തു. ഈ ഓരോരോ കർമ്മങ്ങളിൽ നിന്ന് രാഗം, സുഖം ഉണ്ടാകുന്ന സമയത്ത് രാഗമാണ്, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ രാഗമായി. പ്രയാസം ഉണ്ടാകുമ്പോഴോ ദ്വേഷമാണ്. രാഗം ദ്വേഷം ഇതൊക്കെ വരും കർമ്മത്തിന്റെ ഫലമായിട്ട്. ഇടയ്ക്ക് രാഗം ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും, ഇടയ്ക്ക് അനിഷ്ടം ഉണ്ടാവും, ദ്വേഷം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ മനസ്സ് ആത്മാവിൽ തന്നെ ഉറച്ചു കഴിഞ്ഞാലോ, മനസ്സ് ആത്മാവിൽ തന്നെ ഉറച്ചു കഴിഞ്ഞാൽ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധിഗച്ഛതി എന്നാണ്. പ്രസാദമായി മാറുന്നു, പ്രസാദം ഉണ്ടാവുന്നു, മനഃപ്രസാദം ഉണ്ടാവുന്നു. നമുക്ക് പ്രസാദം ഉണ്ടായാലോ, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. പ്രസാദേ സർവദുഃഖാനാം. പ്രസാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിൽ പ്രസാദം ഉണ്ടായി കഴിഞ്ഞാൽ, ചിത്തം ഉറയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു എന്നാണ്. ചിത്തം പ്രസന്നമായി കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു. ചിത്തം പ്രസന്നമാവുന്നതോടുകൂടി ആ സ്ഥാനത്ത് നിരന്തരം സ്വയം ജ്യോതി അണിമാനമഖണ്ഡിതം. ഒരിക്കലും നശിക്കാത്ത, എല്ലാ കാലത്തും ഉള്ളതായി നിൽക്കുന്ന ആ പരബ്രഹ്മത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. തന്നിൽ തന്നെ ആ ഈശ്വരനെ കാണാൻ സാധിക്കുന്നു. ഈശ്വരനെ അറിയുന്നതോടുകൂടി ദുഃഖങ്ങളൊക്കെ നീങ്ങുന്നു. അതല്ലേ പറഞ്ഞത്, എല്ലാം ഈശ്വരനെന്നറിയാതെ അല്ലലൊടുങ്ങാൻ വഴിയില്ല. എല്ലാം ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് അല്ലല് തീരാൻ കഴിയില്ല, അല്ലലൊടുക്കാൻ കഴിയില്ല എന്നാണ്. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയെ, ഈ യോഗത്തെ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് യോഗം. മനസ്സ് പ്രസന്നമായി തീരുന്നതാണ് യോഗം. ഈ യോഗത്തിലേക്ക് എത്താൻ എന്താ ചെയ്യുക? നയുജ്യമാനയാ ഭക്തിയാ ഭഗവത്യഖിലാത്മനി സദൃശോസ്തി ശിവപന്ഥ യോഗിനാം ബ്രഹ്മസിദ്ധയേ. ഏറ്റവും പ്രധാനമായിട്ട് ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. ഈശ്വരനോടുള്ള ആ സ്നേഹം, അതാണ് ആത്മാവോടുള്ള ആ സ്നേഹം. ആ സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാലോ, ഈശ്വര സ്നേഹം, ഈശ്വരഭക്തി നമ്മെ എവിടേക്ക് നയിക്കുന്നു? യോഗത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ ഈ ഭക്തി ഉണ്ടാവാൻ എന്താ ചെയ്യുക? അതാണ് പിന്നെ പറഞ്ഞത്, സ ഏവ സാധുഷുകൃതോ മോക്ഷദ്വാരമപാവൃതം. സജ്ജനങ്ങളുമായി സംസർഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവുന്നു? ശരിയായ ആ ഭക്തി ഉണ്ടാവുന്നു. അപ്പൊ ചോദ്യം, ആരാ ഈ സജ്ജനങ്ങള്? കണ്ടാൽ നല്ല വെളുത്തും കൊണ്ടുള്ളവരാണോ സജ്ജനങ്ങൾ? ആരാ ഈ സജ്ജനങ്ങൾ? അല്ലെ കറുത്തും കൊണ്ടുള്ളവരാണോ സജ്ജനങ്ങൾ? ആരാ ഈ സജ്ജനം? അതാ അവിടെ പറഞ്ഞത്, തിതിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. തിതിക്ഷ ഉള്ളവരായിരിക്കും, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കാനുള്ള കരുത്തുള്ളവരായിരിക്കും. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും അടിക്കാതിരിക്കുന്നവനാണ് വാസ്തവത്തിൽ ആര്? അഹിംസാവാദി, തിതിക്ഷാവാദി. ഈ തിതിക്ഷ ഉള്ളവരായിരിക്കും വാസ്തവത്തിൽ സജ്ജനങ്ങള്. കാരുണികാഃ, കാരുണ്യമുള്ളവരാണ്. സുഹൃദഃ സർവദേഹിനാം, എല്ലാ ചരാചരങ്ങളെയും സുഹൃത്തായി കാണുന്നവരാണ്. ഒന്നിനോട് ശത്രുതാഭാവമില്ലാത്തവരാണ്. മയ്യ അനന്യേന ഭാവേന, എന്നോട് അനന്യമായ ഭക്തി വെക്കുന്നവരാണ്. തേതേ സാധവ സാധ്വി, ഇങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ എന്നാണ്. മതാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച, എന്റെ കഥകൾ പറയുക, കേൾക്കുക, അത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, സ്മരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് സജ്ജനങ്ങൾ.
ഈ സജ്ജനങ്ങളുമായി സംസർഗം ചെയ്തു കഴിഞ്ഞാലോ, സജ്ജനങ്ങളുമായി സംസർഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ ശ്രദ്ധാരതിർഭക്തിരനുഗ്രവിഷ്യതി, ശ്രദ്ധ നമ്മളിലുണ്ടാവും. എന്താ ഈ ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കോഴി കൂവുന്നത് പോലെയാണെന്നാണ് ടാഗോർ വിശേഷിപ്പിച്ചത് ശ്രദ്ധയെ. കോഴി കൂവുന്നത് പോലെയാണ്. കോഴി പുലർകാലായി കഴിഞ്ഞാൽ ഉദയത്തിന് 2 നാഴിക മുമ്പ് തന്നെ കോഴി കൂവാനായിട്ട് തുടങ്ങും. കോഴി കൂവിക്കഴിഞ്ഞാൽ എന്ത് വന്നോളോടെ? സൂര്യൻ വന്നോളെന്ന് ഉറപ്പിക്കാം. ഇതുപോലെ ശ്രദ്ധ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആത്മജ്ഞാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്താ ഈ ശ്രദ്ധ? ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേൾക്കുക അതാണ് അർത്ഥം. അതല്ല ശ്രദ്ധ. അതല്ല എന്നല്ല, ശ്രദ്ധയ്ക്ക് കുറച്ചും കൂടി വിശിഷ്ടമായ ആശയം കൂടി വരുന്നുണ്ട്. ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഗുരു വേദാന്തവാക്യേഷു സത്യബുദ്ധ്യവധാരണം സാ ശ്രദ്ധ എന്നാണ്. ഗുരു വേദാന്തവാക്യേഷു, ഈ ഭാഗവതത്തിലും ഉപനിഷത്തുക്കളിലൊക്കെ പറഞ്ഞത് സത്യമാണ് എന്നുള്ള ആ ഉറപ്പുണ്ടാവുക, അതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ സത്യമാണ്, ഒരു വഴി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, ഇത് ഉറപ്പാണ്, ഇത് സത്യമാണ് എന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടാവണം. ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം പറഞ്ഞു കഴിഞ്ഞു. ആ പരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് അയാൾ പറഞ്ഞു. അയാളുടെ ആ വാക്കിനെ നമ്മൾ വിശ്വസിക്കണ്ടേ? ആ പരീക്ഷണം നമ്മൾ ചെയ്തു നോക്കിയിട്ട് നേരെയാവുന്നതിന് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പക്ഷെ ചെയ്തു നോക്കണ്ടേ നമ്മള്? അപ്പൊ ചെയ്തു നോക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നമ്മൾ സ്വീകരിക്കണം. അതുപോലെ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നേരെ ആവുന്നില്ലെങ്കിലോ തള്ളിക്കളയേണ്ടതാണെങ്കിൽ തള്ളിക്കളയാം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ച് പോയിക്കോട്ടെ, പിടിച്ചു വെക്കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മൂക്കാണോ നോക്കണ്ടേ നമ്മള്? അപ്പൊ ആദ്യം ഇത് ശരിയാണെന്ന് ഉറപ്പുണ്ടാവണം. ആ വഴിയിലൂടെ ഉറച്ച തീരുമാനം എടുത്തിട്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ഈ കരുത്തും ഈ വിശ്വാസവും തന്നെയാണ് ചെയ്യാനുള്ള താല്പര്യം, ഇതിനോടുള്ള വിശ്വാസം, അതുതന്നെയാണ് ശ്രദ്ധ. ഗുരുനാഥന്റെയും വേദാന്തവാക്യങ്ങളിലുള്ള ശ്രദ്ധ അതുണ്ടായിക്കഴിഞ്ഞാലോ ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി. ഈ സജ്ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപദേശം കൊണ്ട് നമ്മളിൽ ശ്രദ്ധ ഉണ്ടാവുന്നു, രതീഭാവം ഉണ്ടാവുന്നു, ഭക്തി ഉണ്ടാവുന്നു, ഈശ്വര സ്നേഹം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഭക്തിയും വർദ്ധിച്ചു വരുന്നു. അങ്ങനെ ഭക്തി വന്നു കഴിഞ്ഞാലോ ഭക്തിയാ പുമാൻ ജാതവിരാഗ ഇന്ദ്രിയാൽ ദൃഷ്ടശ്രുതാൻ മദ്രജനാനുചിന്തയാ. ഈശ്വര വിചാരമാണ് ഭക്തി. ഈ ഈശ്വരനെ തന്നെ നിരന്തരമായി ചിന്തിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ എന്നൊക്കെ വിരക്തനായി തീരുന്നു. ചിത്തസ്തേയത്തോ ഗ്രഹണേ യോഗയുക്തോ യതിഷ്യതേ രുചിഭിരയോഗമാർഗൈ. അങ്ങനെ പതുക്കെ ഈ ഭക്തി എവിടേക്ക് എത്തിക്കുന്നു? നമ്മെ യോഗത്തിലേക്ക് എത്തിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ എന്ന് പറഞ്ഞല്ലോ, ആ യോഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിട്ട് എത്തിക്കുന്നു. അവന് എന്ത് കർമ്മം ചെയ്താലും, ഭക്തിയിലൂടെ യോഗത്തിലേക്ക് എത്തിച്ചേർന്നവന് എന്ത് തരത്തിലുള്ള കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലങ്ങളൊന്നും അവനെ ബന്ധിക്കില്ല. സുഖാവട്ടെ ദുഃഖാവട്ടെ എന്തായാലും യാതൊരു കുഴപ്പമില്ല. മനസ്സ് ഈ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നർത്ഥം. ആ ഒരു യോഗത്തിലേക്ക് ഭക്തി നമ്മെ എത്തിക്കുന്നു. അസേവയായം പ്രകൃതേർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്തിയാ മാം പ്രത്യേകാത്മാനമിഹാവരുന്ധേ. ഈ ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും യോഗേന മയ്യർപ്പിതയാ ച ഭക്തിയാ, യോഗം കൊണ്ടും എന്നിൽ അർപ്പിതമായ ആ ഭക്തി കൊണ്ടും അവസാനം എവിടേക്ക് എത്താൻ കഴിയുന്നു? മാം പ്രത്യേകാത്മാനം, പ്രത്യേകാത്മാവായിരിക്കുന്ന ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെ ഇഹാവരുന്ധേ, ഇവിടെ വെച്ച് തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഈശ്വര സാക്ഷാത്കാരം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണോ? മരണാനന്തരം കിട്ടുന്ന എന്തെങ്കിലും ബഹുമതിയാണോ ഈശ്വര സാക്ഷാത്കാരം? മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പരലോകമാണോ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ? സ്വർഗാദി ലോകങ്ങളാണോ മോക്ഷം? അതൊന്നുമല്ല മോക്ഷം. ഇവിടെ ഇരുന്നും കൊണ്ട് തന്നെ മാം പ്രത്യേകാത്മാനമിഹാവരുന്ധേ, പ്രത്യേകാത്മാവായ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതിനാണ് മുക്തി എന്ന് പറയുക. ഇവിടെ വർത്തിച്ചും കൊണ്ട് തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കെ തന്നെ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാവാതെ, യാതൊരു ദുഃഖങ്ങളും ഉണ്ടാവാതെ, ശരീരമല്ല ഞാൻ, മനസ്സല്ല ഞാൻ, ബുദ്ധിയല്ല ഞാൻ, ശിവാനന്ദരൂപ ശിവോഹം ശിവോഹം, ശിവാനന്ദരൂപമായ ആ പരമേശ്വരൻ തന്നെയാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ചാൽ ഞാൻ ആരായി? ഞാൻ മുക്തനായി. ഈ സാക്ഷാത്കാരം തന്നെയാണ് മോക്ഷം എന്ന് പറയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കപിലോപദേശം കഴിഞ്ഞു. ഇത്രയേ കപിലോപദേശം ഉള്ളൂ. കപിലോപദേശത്തിന്റെ മൊത്തം സാരം ഇവിടെ കഴിഞ്ഞു. അപ്പോഴാണ് ദേവഭൂതി അടുത്ത ചോദ്യം. എങ്ങനെയുള്ള ഭക്തിയാണ് ഏറ്റവും നല്ലത്? ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി ഏതാണ്? കാചിത്വയുചിതാ ഭക്തി കീദൃശീമമഗോചര, ഏറ്റവും ഉചിതമായ ആ ഭക്തി ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു,
ദേവാനാം ഗുണലിംഗാനാമാനുശ്രവിക കർമ്മണാം സത്വൈക മനസോ വൃത്തി സ്വാഭാവികീതുയാ. മനസ്സിന്റെ വൃത്തികള് സ്വാഭാവികമായിട്ട് ഈശ്വരനിലേക്ക് ഉറയ്ക്കുന്നതാണ് ശരിയായ ഭക്തി. ഈശ്വരനെ തന്നെ മനസ്സുറയ്ക്കുന്നതാണ് സ്വാഭാവികമായ ഭക്തി. അത് ആരാലും പ്രചോദിപ്പിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. മനസ്സ് സ്വാഭാവികമായിട്ട് ആ ഈശ്വരനിലേക്ക് എഴുന്നള്ളുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. എല്ലാം ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യുന്നു, എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഭാവത്തില് മനസ്സങ്ങോട്ട് എത്തിച്ചേരുകയാണ്. ഈ ആർദ്രമായ മനസ്സ്, ഈശ്വരനിലേക്ക് ഉറച്ചു നിൽക്കുന്ന മനസ്സ് തന്നെയാണ് ഭക്തി. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ ബാഹ്യങ്ങളായ അടയാളങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ നാരായണാനുള്ള മുണ്ട് പതച്ചവൻ ഭക്തനാണെന്ന് പറയുന്നില്ല, ചന്ദനം തൊടുന്നവനാണ് ഭക്തൻ എന്ന് പറഞ്ഞിട്ടില്ല, കുങ്കുമം തൊടുന്നവനാണ് ഭക്തൻ എന്ന് പറഞ്ഞിട്ടില്ല, ഭസ്മം തൊട്ടവനാണ് ഭക്തൻ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിൽ പോണവനാണ് ഭക്തൻ, എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോണവൻ ഭക്തനാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്നവർ ഭക്തന്മാരല്ലാതെ പറയാൻ വയ്ക്കുവോ? അതും പറയാൻ വയ്യ. ഈ ചന്ദനം തൊടുന്നതും അമ്പലത്തിൽ പോണതൊക്കെ എന്തിനാണ്? ശരിയായ ഈ രീതിയിൽ പറഞ്ഞ ഭക്തി നമ്മളിൽ ഉണ്ടാവാനാണ്. സ്വാഭാവികമായി മനസ്സ് ഈശ്വരിലേക്ക് പ്രവഹിക്കാനായിട്ട് തൈലധാരാവത് സമാന പ്രത്യാദേശേ, തൈലധാര പോലെ ഒരു പാത്രത്തിലെ എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ധാരയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോവല്ലോ, അതുപോലെ മനസ്സ് യാതൊരു തരത്തിലുള്ള വിച്ഛിത്തിയും കൂടാതെ ഭഗവാനിലേക്ക് നിരന്തരമായിട്ട് ഒഴുകുന്ന അവസ്ഥയാണ് ഭക്തി. ആ ഭക്തി ഉണ്ടാവാനായിട്ടാണ് ബാഹ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഭക്തി നമ്മളിൽ ഉണ്ടാവാനാണ്. വേദപഠനമായാലും ശാസ്ത്ര പഠനമായാലും ഇനി സത്സംഗമാവട്ടെ, എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? ഈ ഒരു ഭക്തി. ക്ഷേത്രാരാധനയായാലും എല്ലാത്തിൻ്റെയും ലക്ഷ്യം മനസ്സ് ഈശ്വരനിലേക്ക് നിരന്തരമായിട്ട് ഒഴുകാനാണ്. അതാണ് ഏറ്റവും വലിയ ഭക്തി. നമുക്ക് ആ ഭക്തി ഉണ്ടാവും. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണമെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. ലളിതാ സഹസ്രനാമം 108 തവണ ജപിക്കും, എല്ലാം ചെയ്യും. ത്രിശതി, ലളിതാ സഹസ്രനാമം, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, ഭാഗവത വായന, രാമായണം, സുന്ദരകാന്ഡം എല്ലാം വായിക്കും. എന്തിനാ? കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. സുന്ദരകാന്ഡം വായിച്ചാൽ കാര്യം നടക്കും. എത്ര വേണേൽ വായിക്കും. നമ്മൾ വിവാഹം കഴിയാൻ വേണ്ടിയിട്ട് എത്ര വേണേൽ സുന്ദരകാന്ഡം വായിക്കും. ഉമാമഹേശ്വര പൂജ എത്ര വേണേൽ കഴിപ്പിക്കും. കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നടക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും? പൂജകന്റെ മുമ്പ് തന്നെ, ഞാൻ ഇടയ്ക്ക് പൂജയൊക്കെ പോകാറുണ്ട്, പൂജയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കുന്ന സമയത്ത് വേണ്ട ആളുകൾ പായലങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് കാണാം. ഇത് കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിയണം, 2 മാസത്തിനിടയ്ക്ക് തന്നെ വിവാഹം നടക്കണം. അപ്പൊ എത്ര ശ്രദ്ധയായിട്ട് അവിടെ ഇരിക്കുക, വളരെ താല്പര്യത്തോടുകൂടി ഈ പൂജയിൽ തന്നെ ഇരിക്കുന്നത് കാണാം. നേരെ മറിച്ച് ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുമോ? കാര്യസാധ്യത്തിനല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാവുമോ? അതുണ്ടാവില്ല. എന്നാൽ ശരിക്കുള്ള ഭക്തി, വിശിഷ്ടമായ ഭക്തി എന്താണ്? അനിമിത്താ ഭാഗവതി ഭക്തി സിദ്ധേർഗരീയസി ജരഗത്യാശുയാഘോഷം നികീർണമനലോ യഥാ. അനിമിത്താ ഭാഗവതി ഭക്തി, യാതൊരു നിമിത്തവും കൂടാതുള്ള ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. അനിമിത്താ ഭാഗവതി, നിമിത്തങ്ങളൊന്നുമില്ലാതെ ഭഗവാനുള്ള ഭക്തി. പറയാണ് സിദ്ധേർഗരീയസി, അത് മോക്ഷത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാണ്. എങ്ങനെയാണോ വളരെ വലിയൊരു കൂമ്പാരം പോലെ നിൽക്കുന്ന വിറകിനെ ഒരു ചെറിയൊരു തീപ്പൊരി കത്തിച്ചാമ്പലാക്കുന്നത്, അതുപോലെ ഈ ഒരു ഭക്തി നമ്മളിലുള്ള അനാദിയായിട്ട് മനസ്സിലേക്ക് കുടിഞ്ഞു കൂടിക്കിടക്കുന്ന കുമിഞ്ഞു നിൽക്കുന്ന ആ കർമ്മവാസനകളെ മുഴുവൻ നീക്കി നമ്മളെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കുന്നു എന്നാണ്. അപ്പൊ നിമിത്തമില്ലാത്ത ഭക്തിയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതെന്താവുന്നു? കർമ്മയോഗമായി തീരുന്നു. ആചാര്യസ്വാമികള്, ശ്രീശങ്കരാചാര്യസ്വാമികള് ശിവാനന്ദലഹരി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്തോത്രത്തില് എന്താണ് ഭക്തി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? അങ്കോലം ജബീജ സന്തതിം അയസ്കാന്തോപലം സൂചിക സാധ്യീർണൈജ വിഭും ലതാക്ഷിതിരുഹം സിന്ധും സരിത്വല്ലഭം പ്രാപ്നോതിഹ യഥാ തഥാ പശുപതേഃ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യതിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യതേ. അങ്കോലം വിജബീജ സന്തതിം. അങ്കോലം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന്റെ കായ താഴേക്ക് വീണാൽ അതെല്ലാം കൂടി ആ മരത്തിന്റെ അടുത്ത് തന്നെ ചുറ്റി നിൽക്കുന്നു എന്നാണ്. ഇതുപോലെ ഭഗവാനിൽ തന്നെ ചേർന്ന് നിൽക്കുക, മനസ്സ് ഭഗവാനിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുക. അയസ്കാന്തോപലം സൂചിക, അയസ്കാന്തോപലം സൂചിക. സൂചിയിലേക്ക് സൂചി കാന്തത്തിനെ അങ്ങോട്ട് കണ്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ആകർഷിക്കും. അതുപോലെ മനസ്സ് ഈശ്വരനെ ഇങ്ങോട്ട് ആകർഷിക്കുക. സാധ്വീർണൈജ വിഭും, സാധ്വിയായ പതിവ്രതയായ സ്ത്രീ തന്റെ ഭർത്താവ് ദൂരം വഴിക്കൊക്കെ പോയതായിരിക്കും. പല കർമ്മങ്ങൾ അവൾ ചെയ്യുന്നുണ്ടാവും. കുട്ടിക്ക് മുല കൊടുക്കുന്നുണ്ടാവും, വീട് അടിച്ചു വാരുന്നുണ്ടാവും, വൃത്തിയാക്കുന്നുണ്ടാവും. പക്ഷെ ദൂരേക്ക് കച്ചവടത്തിനൊക്കെ ആയി പോയ ഭർത്താവിനെയാണ് ഈ സാധ്വി ആലോചിക്കുക.
ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സെവിടെയാണ്? മനസ്സ് ഭഗവാനിലാണ്. നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസർ ഒരു ഉദാഹരണം കൂടിയും പറയും. ഒരു സ്ത്രീ, ഒരു പണമൊന്നുമില്ലാത്ത ഒരു ദാസ്യവൃത്തികളൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. അവള് വേലക്കാരിയായ സ്ത്രീ, ഈ വേലക്കാരി വീട്ടിലേക്ക് പോയതാണ്. അവളുടെ വീട്ടിൽ നിന്ന് താൻ വേല ചെയ്യുന്ന വീട്ടിലേക്ക് പോയതാണ്. അവിടെ പോയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യും, ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ വീട്ടിലുള്ള കുട്ടിയെ തൻ്റെ കുട്ടിയെ പോലെ എടുക്കും. ആ വീട്ടിലുള്ള കൊച്ചമ്മയെ വളരെ ഇഷ്ടത്തോടു കൂടി പെരുമാറും. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? ഇവിടെ സ്വന്തം വീട്ടിലേക്കാണ്, സ്വന്തം മകനിലേക്കാണ് ഇവരുടെ ശ്രദ്ധ. ഞാൻ ഇവിടെ വന്ന് പണിയെടുക്കാൻ കാരണം എന്താ? എനിക്ക് വേണ്ടത്ര ജ്ഞാനം, സമ്പത്ത് അവിടുന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ വേല ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ തൻ്റെ മകനെപ്പോലെ തന്നെ ആ വീട്ടിലത്തെ കുട്ടിയെ കാണും. എങ്കിലും ഇവരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? ശ്രദ്ധ മുഴുവൻ തൻ്റെ വീട്ടിലേക്കാണ്. അതുപോലെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും, നൈജവിഭും, സാധ്യയായ സ്ത്രീ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലേക്കാണ്. അതുപോലെ ഭഗവാനിലേക്ക് തന്റെ മനസ്സുറക്കുക. ഇതാണ് ഈ ശ്ലോകത്തിന് ഏറ്റവും മികച്ച ഉദാഹരണം. ഇതുപോലെ പ്രാപ്നോതീഹ യഥാ തഥാ പശുപതേഃ പാദാരവിന്ദദ്വയം ചേതോ വൃത്തിരുപേത്യ തിഷ്ഠതി സദാ സാ ഭക്തിരിത്യുച്യതേ. പശുപതിയായ ആ ഭഗവാനിലേക്ക് മനസ്സ് താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുക. ആ ഒരു ഭക്തി നമ്മെ എല്ലാ കർമ്മവാസനകളിൽ നിന്നും ഉയർത്തി നമ്മൾ എവിടേക്ക് എത്തിക്കുന്നു? സത്യസ്വരൂപത്തിലേക്ക് എത്തിക്കുന്നു, ഈശ്വരിലേക്ക് എത്തിക്കുന്നു. പറയാണ്, ഇമം ലോകം തഥൈവാമുമാത്മാനമുഭയായിനം ആത്മാനമനുയേജേഹ യേരായ പശവോ ഗൃഹാ വിസൃജ്യ സർവാനന്യാംശ്ച മാമേവം വിശ്വതോ മുഖം ഭജന്യനന്യയാ ഭക്തിയാ താൻ മൃത്യോ അതിപാരയേ. ഇങ്ങനെയുള്ള ഈ ഭക്തൻ എല്ലാറ്റിനെയും ഈശ്വരനായിട്ട് കാണുന്നു. വിശ്വതോ മുഖം, ഭഗവാന്റെ മുഖം എന്താണ്? ഈ വിശ്വം തന്നെയാണ് ഭഗവാന്റെ മുഖം. അങ്ങനെ സകലത്തിലും ഈശ്വരനെ കണ്ടിട്ട് താൻ മൃത്യോ അതിപാരയേ, അവൻ മൃത്യുവിൽ നിന്നും ഉയരുന്നു എന്നുള്ളതാണ്. മൃത്യു വെച്ചാൽ ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ജനിച്ചവനല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നവനുമല്ല. ഞാൻ എല്ലാ കാലത്തുള്ളവനാണ്. ഞാൻ ഈശ്വരൻ തന്നെയാണ്. എല്ലാറ്റിലും അവൻ ആരെ കാണുന്നു? ഈശ്വരനെ കാണുന്നു. നാന്യത്ര ഭഗവത പ്രധാന പുരുഷേശ്വരാത് ആത്മന സർവഭൂതാനാം ഭയം തീവ്രം നിവർത്തതേ. എല്ലാറ്റിനെയും ഭഗവാനായിട്ട് കാണുന്ന ആ യോഗി അല്ലെങ്കിൽ ആ ഭക്തനും ഒരു യോഗി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഭക്തനും യോഗി തന്നെയാണ്. ആത്മന സർവഭൂതാനാം, സർവഭൂതങ്ങളിലും ആ ആത്മാവിനെ തന്നെ കണ്ടിട്ട് എല്ലാ തരത്തിലുള്ള ഭയത്തെയും നീക്കി അവൻ നിർഭയനായി തീരുന്നു എന്നാണ്. ഉപനിഷത്തിൽ കാണാം, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കദാചന. ആനന്ദസ്വരൂപനായ ആ ഈശ്വരനാണ് ഈ സമസ്തവും എന്ന് മനസ്സിലാക്കിയവൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നാണ്. നമുക്ക് ഭയം ഉണ്ടാവാൻ കാരണം എന്താ? രണ്ടുണ്ട് എന്നുള്ള വിചാരമാണ് എല്ലാ ഭയത്തിനും കാരണം. എന്നാൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ യാതൊരു ഭയം ഉണ്ടാവുന്നില്ല. ഈശ്വരനെ എവിടെ ഉള്ളൂ. ഭയവും അമൃതവും മൃത്യുവും സർവവും ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് യാതൊരു ഭയം ഉണ്ടാവുന്നില്ല. അവൻ അങ്ങനെ തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം, അവന്റെ ആ മനസ്സ് ഈശ്വരിൽ ഉറച്ച് സ്ഥിരമായിട്ട് നിൽക്കുന്നു. മനസ്സ് സ്ഥിരമായി കഴിഞ്ഞാൽ മനസ്സ് ഈശ്വരനെ തന്നെ ഉറച്ചു കഴിഞ്ഞാൽ അവൻ ഈശ്വരഭൂതം തന്നെയായി മാറുന്നു, ഈശ്വരിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അതെന്താ വഴി? മനസ്സ് ഇന്ന് അസ്ഥിരമായി കൊണ്ടിരിക്കുകയാണ്. അസ്ഥിരമായ മനസ്സിനെ സ്ഥിരമാക്കാൻ എന്താ ചെയ്യേണ്ടത്? തീവ്രേണ ഭക്തിയോഗേന. ഈ പറഞ്ഞ തീവ്രമായ ആ ഭക്തിയോഗം കൊണ്ട് മനസ്സ് അചഞ്ചലമായും കൊണ്ട് നിൽക്കുന്നു, മനസ്സ് ധീരമായും കൊണ്ട് നിൽക്കുന്നു. മനസ്സ് ധീരമായി കഴിഞ്ഞാൽ അവിടെ ആ ഈശ്വരൻ പ്രകാശിക്കുന്നു. അതോടുകൂടി താൻ കൃതകൃത്യനായി തീരുന്നു, താൻ പൂർണ്ണനായി തീരുന്നു എന്ന് പറയാൻ. ഇങ്ങനെ ആദ്യത്തെ ആ അധ്യായത്തിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് സാഖ്യത്തെക്കുറിച്ച് പറയാണ്. എന്താണ് സാഖ്യം? പുരുഷൻ പ്രകൃതി, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നാണ് സാഖ്യം പറയുന്നത്. പുരുഷൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തൻ്റെ മാറ്റങ്ങളും തൻ്റെ ദുഃഖങ്ങളുമായി തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് സാഖ്യത്തിന്റെ അഭിപ്രായം. എന്നാൽ പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലോ, പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് പുരുഷൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ, എന്നാൽ യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. ഈ പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് ആത്യന്തിക ദുഃഖ നിവൃത്തിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നതാണ് സാഖ്യദർശനത്തിന്റെ അഭിപ്രായം. പ്രകൃതി എങ്ങനെയാണ്? പ്രകൃതി ജഡമാണ്, നിശ്ചലമാണ്.
പുരുഷനോ? പുരുഷൻ ചലിക്കുന്നതാണ്. പ്രകൃതിയെ ചലിപ്പിക്കുന്നത് ആരാണ്? അതും പുരുഷനാണ്. പ്രകൃതി ദൃശ്യമാണ്, പുരുഷൻ ആരാണ്? ദ്രഷ്ടാവാണ്. പ്രകൃതി ദൃശ്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളായ വസ്തുക്കളെ ഞാനായി ധരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതിയിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ തന്റെ ദുഃഖങ്ങളായി തീരുന്നത്. ഈ പ്രകൃതിയെ 24 തത്വങ്ങളായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ 24 തത്വങ്ങള്? പറയുന്നുണ്ട്. പ്രകൃതി മഹദഹങ്കാരശ്ച മാത്രശ്ച ഭൂതാന്യഭിഹൃതവിധ സാക്ഷി പുരുഷ പഞ്ചവിംശ. 24 തത്വങ്ങള്. 5 ജ്ഞാനേന്ദ്രിയങ്ങള്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങള്. 5 കർമ്മേന്ദ്രിയങ്ങള്, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം വിസർജനാവയവങ്ങള്. 5 കർമ്മേന്ദ്രിയങ്ങള്. പഞ്ചമഹാഭൂതങ്ങള്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് പഞ്ചമഹാഭൂതങ്ങള്. അവയുടെ തന്മാത്രകള്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രങ്ങള്. പിന്നെ അന്ധക്കരണങ്ങള് 4. മനസ്സ്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, ഉറപ്പിക്കുന്ന ബുദ്ധി. ഇവിടെ സപ്താഹം കേൾക്കാൻ പോണോ പോണ്ടയോ ആ ഭാവം ഉണ്ടാവുന്നത് എവിടെയാണ്? മനസ്സിനാണ്. പോകണം എന്ന് ഉറക്കുന്നത് എവിടെയാ? ബുദ്ധിയിലാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ എന്നുള്ളൊരു അഭിമാനം തനിക്ക് ഉണ്ടാവണം. അതാണ് അഹങ്കാരം. ചിത്തം, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒരു സംസ്കാരമായി ശേഖരിക്കപ്പെടുന്നുണ്ട്. ആ ശേഖരിക്കപ്പെടുന്ന ഭാഗമാണ് അന്ധക്കരണത്തിലെ ചിത്തം. ഇങ്ങനെ ഈ 24 തത്വങ്ങളാണ് പ്രകൃതിക്കുള്ളത്. ഈ തത്വങ്ങളൊന്നും വാസ്തവത്തിൽ ഞാനല്ല, അതെല്ലാം ദൃശ്യമാണ്. ഈ ദൃശ്യത്തിൽ നിന്ന് വേറിട്ടവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കാതെ ഈ ദ്രഷ്ടാവ് ദൃശ്യത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പൊ TV കാണുന്ന സമയത്ത് സീരിയൽ കാണാറില്ല എല്ലാവരും? പിന്നെയോ സീരിയൽ കാണാത്തവരാരാ ഉള്ളത്? ഇല്ലാത്തവരുടെ നല്ലതാണ്, സീരിയൽ കാണാത്തവരുടെ നല്ല കാര്യമാണ്. എന്നാലും സീരിയൽ അല്ലെ സിനിമ ആയിക്കോട്ടെ, സിനിമയില് നായകന് യാതൊരു ദുഃഖം ഉണ്ടാവില്ല. എങ്കിൽ അദ്ദേഹം ദുഃഖത്തോട് കൂടിയിട്ട് അനുഭവിക്കുന്നു, കണ്ണീര് വാർക്കുന്നു. അയാൾ കണ്ണീര് ഒഴിക്കാനായിട്ട് എന്തെങ്കിലും കണ്ണിന്റെ ഓളൊക്കെ തേക്കുന്നതുകൊണ്ടാവും കണ്ണീര് വരുന്നത്. എന്നാലും അദ്ദേഹം കരയുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം ഞാൻ അഭിനയിക്കാന്നൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ അഭിനയം നമ്മൾ കാണുമ്പോഴോ നമുക്ക് കണ്ണീര് വരികയാണ്. നമ്മൾ ആ ദൃശ്യത്തോടു കൂടി ചേരുന്നത് കൊണ്ടാണ്, ചേർന്ന് പോണത് കൊണ്ടാണ് ദുഃഖം ഉണ്ടായത്. ഇതുപോലെ ഈ പ്രകൃതിയിലുള്ള ദൃശ്യത്തോട് കണ്ണിനോടും മൂക്കിനോടും നാക്കിനോടും അതുപോലെ കർമ്മേന്ദ്രിയങ്ങളോടും മനസ്സിനോടും ഒക്കെ താതാത്മ്യപ്പെട്ട് അവയുടെയൊക്കെ ദുഃഖങ്ങള്, ശരീരത്തിന്റെ ദുഃഖങ്ങൾ തന്റെ ദുഃഖങ്ങളാകുന്നു, മനസ്സിന്റെ ദുഃഖങ്ങൾ തന്റെ ദുഃഖങ്ങളാകുന്നു, ബുദ്ധിയുടെ ദുഃഖങ്ങൾ തന്റെ ദുഃഖങ്ങളാകുന്നു. ഇതൊന്നും വാസ്തവത്തിൽ ഞാനല്ല, എന്നൊക്കെ ഭിന്നനാണ് ഞാൻ. നമേ മോഹജാലവും, ഞാൻ ബന്ധന ഇല്ലാത്തവനാണ്, ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, അതൊന്നും ഞാനല്ല. എങ്കിലും ഞാൻ അതൊക്കെയാണ് തെറ്റിദ്ധരിക്കുകയാണ്. ഇതുപോലെ സൂര്യൻ ജലാശയങ്ങളിലൊക്കെ പ്രതിബിംബിക്കുന്നുണ്ട്. ഈ പ്രതിബിംബിക്കുന്ന സൂര്യൻ ജലാശയത്തിന്റെ ഇളക്കം കൊണ്ട് ഇങ്ങനെ ഇളകും. അപ്പൊ സൂര്യൻ ഇളക്കണ്ട് എന്ന് തോന്നും. എന്നാ വാസ്തവത്തിൽ സൂര്യൻ ഇളക്കണ്ടോ? സൂര്യൻ ഇളക്കല്ല, ജലാശയത്തിന്റെ ഇളക്കം കൊണ്ട് സൂര്യൻ ഇളക്കണ്ട് എന്ന് തോന്നുകയാണ്. പ്രതിബിംബമാണോ വാസ്തവത്തിൽ ഞാൻ? പ്രതിബിംബമല്ല. ഈ പ്രതിബിംബങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ബിംബാകാരേണ ഇരിക്കുന്ന സൂര്യൻ മുകളിൽ ഉണ്ടായിട്ടാണ്. ആ സൂര്യൻ എന്താ ഇളക്കണ്ടോ? യാതൊരു ഇളക്കവുമില്ല. എങ്കിലും ഈ ഉപാധിയുടെ ഈ അജ്ഞാനം കൊണ്ട് ഉപാധി തെറ്റിദ്ധരിക്കുകയാണ്, ഞാൻ ആ ഈശ്വരനല്ലാന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് ഈ പുരുഷൻ പ്രകൃതിയോട് ചേർന്നും കൊണ്ട് നിൽക്കുകയാണ്. എന്നിലുള്ള ജീവാത്മാവ്, അതാണ് പുരുഷൻ. ഈ പുരുഷൻ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്തില് തെറ്റിദ്ധരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന ക്ലേശങ്ങള്, മനസ്സുണ്ടാവുന്ന ക്ലേശങ്ങള്, അതൊക്കെ തന്റെ ക്ലേശങ്ങളായി തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ ഈ അജ്ഞാനം നീങ്ങാൻ, അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനൊക്കെ കാരണം. അജ്ഞാനമാണ് എല്ലാ കുഴപ്പത്തിനും കാരണം, തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ നീങ്ങാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞത്. കുറേ പറയുന്നുണ്ട് ഭഗവാൻ. ഒരു സാധനയുടെ ഒരു അനവധി സാധനകൾ ഭഗവാൻ അവിടെ പറയാണ്. എന്തൊക്കെയാ അവിടെ പറഞ്ഞത്? ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേണ ബലീയസ തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിന. ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും, തപസ് എന്താണ്? തപസ് സ്വാധ്യായം തന്നെയാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം തപ കാണാം. സ്വാധ്യായം, പഠിക്കേണ്ടതൊക്കെ പഠിക്കുക, ഭാഗവതം പഠിക്കുക, ഗീത പഠിക്കുക, ഇങ്ങനെയുള്ള സ്വാധ്യായം ചെയ്യുന്നതിലൂടെയും കർമ്മങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നതിലൂടെയും അവസാനം ഞാൻ ആരാണ്? ഞാൻ ഈശ്വരനാണ്, ഈ കാണുന്നതൊക്കെ ദൃശ്യമാണ്, ഞാൻ ഇതൊക്കെ ദ്രഷ്ടാവാണ്, വേറിട്ട് നിൽക്കുന്നവനാണ് എന്ന് മനസ്സിലാവുന്നു. ഞാൻ സാക്ഷി രൂപത്തിൽ നിൽക്കുന്നവനാണ്, ഞാൻ ഉണ്ടായിട്ടാണ് ഈ പ്രകൃതി ചലിക്കാൻ കാരണം. അതാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, മയാധ്യക്ഷേണ പ്രകൃതിയും സൂയതേ ചരാചരം. ഞാൻ അധ്യക്ഷനായിട്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി പെറ്റ് പെരുപ്പിക്കാൻ കാരണം എന്നാണ്. ഭഗവാൻ അധ്യക്ഷനായിട്ടിരിക്കുന്നത് കൊണ്ടാണ്.
ഭഗവാൻ ഉണ്ടായതുകൊണ്ടാണ് ഈ ജഡമായ പ്രകൃതി ചലിക്കുന്നത്. അപ്പൊ ഇതിന് മുഴുവൻ കാരണമായി നിൽക്കുന്നത് ഞാനാണ്, ഞാൻ ദ്രഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ ഈ ദൃശ്യങ്ങളൊക്കെ മായുന്നു. ആ ദൃശ്യങ്ങളുടെ സ്ഥാനത്ത് ദ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആദ്യം ഈശ്വരൻ വേറെ, പ്രകൃതി വേറെ, പുരുഷൻ വേറെ എന്ന് പറഞ്ഞു. അവസാനം എവിടേക്ക് എത്തുന്നു? പ്രകൃതിയും പുരുഷനും വേറല്ല, എല്ലാം പുരുഷൻ മാത്രം. പുരുഷ ഏവ ഇതം സർവം. ഇവിടെ എന്തുണ്ടോ അത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോഴാണ് ദേവഹൂതി തനിക്ക് ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞു തരണം, ധ്യാനം എങ്ങനെയാ ചെയ്യേണ്ടത്, ധ്യാനത്തിന്റെ സമ്പ്രദായം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ അഷ്ടാംഗയോഗത്തോടു കൂടിയ ആ ധ്യാനത്തെ കുറിച്ച് പറയാണ്. എന്തൊക്കെയാ അഷ്ടാംഗയോഗ ധ്യാനം? യമനിയമാസന പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതി അഷ്ടാംഗാനി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 അംഗത്തോടു കൂടിയതാണ് ധ്യാനം എന്ന് പറയാൻ. ആദ്യം യമനിയമങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു. അഹിംസ, സത്യം, അസ്തേയം, ഇതൊക്കെയാണ് യമനിയമങ്ങൾ. ബ്രഹ്മചര്യം, തപസ്, ശൗചം, സ്വാധ്യായം, ഭഗവാന് വേണ്ടി സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അഹിംസ എന്നൊക്കെ പറയാൻ അനവധി പറയാനുണ്ട്. ഒരു ജന്തുവിനെ പോലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഉപദ്രവിക്കണം എന്നുള്ള വിചാരം പോലും ഉണ്ടാവാതിരിക്കുക. സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. സത്യം പറയാന്ന് പറഞ്ഞാൽ അർത്ഥം, സത്യം പറയാന്ന് പറഞ്ഞാൽ കേവലം കളവ് പറയാതിരിക്കുക എന്ന് മാത്രമല്ല, ലോകത്തിൽ അപ്രിയമായ സത്യം പറയാതിരിക്കുക, അതും കൂടി അർത്ഥമുണ്ട്. ഞാൻ ഈ സത്യം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ആദ്യം ആലോചിക്കണം. ഒരാളുടെ മുഖത്തൊരു കുരുണ്ട് വിചാരിക്കുക, സത്യമായിരിക്കും. നാട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ പറയുന്നേ, അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടില്ലേ ഒരു കുരു, ഒരു പരിപാടിക്ക് വന്നു, കല്യാണത്തിന് അയാളും വന്നു, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചും കൊണ്ട് കണ്ടില്ലേ അയാളുടെ മുഖത്തൊരു കുരു കണ്ടില്ലേ, സത്യം തന്നെയായിരിക്കും. സത്യം പറഞ്ഞോളന്നൊന്നുമില്ല. ഒറ്റക്കണ്ണനായി വിചാരിച്ചിട്ട് അയാൾ എപ്പോഴും ഒറ്റക്കണ്ണ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം തന്നെയാണ് ഒരു കണ്ണേ ഉള്ളൂ എന്നുള്ളത്, അത് പറഞ്ഞോളന്നില്ല. ഒരു വസ്തു എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ പറയുകയും ചെയ്യുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നത് അത്രേ സത്യം എന്നാണ് മഹർഷി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞത്. ഒരു വസ്തു എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ വസ്തുവിനെ പറയുകയും ചെയ്യുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നത് അത്രേ സത്യം എന്നാണ്. ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. സ്വാധ്യായം ഉണ്ടാവുക. എന്താ സ്വാധ്യായം? പഠിക്കേണ്ട ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക. പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം, മനസ്സിനെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് പലതിലേക്കും പോകുന്ന ആ മനസ്സിനെ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുക, ഈശ്വരനെ തന്നെ ഉറപ്പിക്കുക. പ്രാണായാമത്തെ ചെയ്യുക. ഇങ്ങനെ പ്രാണായാമം ചെയ്യേണ്ടത്, ഒരു നാസികയുടെ ഒരു ദ്വാരത്തിലൂടെ പ്രാണനെ ഉള്ളിലേക്ക് കടത്തുക, അവിടെ തന്നെ വെക്കുക. വലതു ഭാഗത്തൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇടതു ഭാഗത്തെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുക. അങ്ങനെ പ്രാണായാമം ചെയ്തിട്ടുണ്ടെങ്കിലോ കഫസംബന്ധമായ ദോഷങ്ങളൊക്കെ നീങ്ങുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരം, മനസ്സിനെ പലതിലേക്കും പോകുന്ന മനസ്സിനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് സാക്ഷിയായ ആ ആത്മാവിൽ തന്നെ ഉറപ്പിക്കുക. ഇനിയാണ് ധ്യാനം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ളൊരു യാത്ര തന്നെയാണ് ധ്യാനം എന്ന് പറയാം. നാനാഭാഗത്തേക്ക് മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ളൊരു യാത്ര തന്നെയാണ് ധ്യാനം. ഇവിടെ രൂപത്തോട് കൂടിയിട്ടുള്ള ധ്യാനമാണ് പറഞ്ഞത്, സബീജ ധ്യാനമാണ്, സഗുണധ്യാനമാണ് ഇവിടെ പറഞ്ഞത്. ഈ നിർഗുണധ്യാനം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഓങ്കാരത്തെ തന്നെ ധ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ധ്യാനിക്കാം. ഇനി അങ്ങനെ വയ്യെങ്കിലോ അവ്യക്തം എളുപ്പമല്ല. അതുകൊണ്ട് ഓങ്കാരത്തെ വിവിധ രൂപങ്ങളിലായിട്ട് വിഷ്ണുവായിട്ടോ ശിവനായിട്ടോ ഇഷ്ടദേവതകൾ ആരായിട്ടും ധ്യാനിക്കാം, ദേവിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. ഇവിടെ ശ്രീമദ് ഭാഗവതത്തില് മനോഹരമായ ആ വൈഷ്ണവ രൂപധ്യാനത്തെയാണ് പറഞ്ഞത്. നമുക്കൊക്കെ അറിയാലോ, അനവധി രൂപങ്ങൾ ഭഗവാനുണ്ട്. ഏത് രൂപത്തെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് സ്തുതിയെ വേണമെങ്കിലും സ്വീകരിക്കാം. മഹാഭാരതത്തിലൊക്കെ അതിമനോഹരമായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുഞ്ഞുകുനെ ചിഹ്നം കുറുനിര തന്മേൽ നനൂനനെ പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗള ഭംഗിയും അടിയാരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കോപവും മടുമൊഴിമാരിൽ വളർന്ന രാഗവും എതിരിടുന്നവർക്കു ഭയങ്കരത്വവും. അങ്ങനെയുള്ള ആ സുന്ദരമായ ശ്രീകൃഷ്ണന്റെ രൂപത്തെ, അതിസുന്ദരമായിരിക്കുന്ന വാലിട്ട് കണ്ണെഴുതി കൊണ്ടും ഗോപിക്കുരു തൊട്ടും കൊണ്ടും കാർമുകിൽ വർണ്ണനായി നിൽക്കുന്ന വനമാല ചാർത്തിം കൊണ്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ കേശാദിപാദം പാദാദികേശം ഇങ്ങനെ ധ്യാനിക്കുക.
കുറെ ധ്യാനിച്ചു കഴിഞ്ഞാലോ ഇവിടെ ധ്യാനിക്കാനുള്ള ഭഗവാൻ വേറല്ല, ധ്യാനിക്കുന്ന ഞാനും വേറല്ല, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ദേഹം ഉണ്ടെങ്കിലും ദേഹമില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ. ദൈവവശാലുഭേദം വാസോ യഥാ പരികൃതം മതിരാമദാന്ധ. ഒരു മദ്യപന്റെ ഉടുതുണി വീണ് പോണതാണ് അറിയില്ലല്ലോ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്. നല്ല ഉദാഹരണം വേറെ എവിടെയും കിട്ടാനില്ല. എവിടെ പോയാലും കാണാറില്ലേ, ബസ് സ്റ്റോപ്പിലൊക്കെ ഉടുതുണി പോലും ഇല്ലാതെ കിടക്കുന്നത് കാണാറില്ലേ മദ്യപന്മാര്. അവർക്ക് ഉടുതുണി ഉള്ളപ്പോഴും ഇല്ലാതെയാകുമ്പോഴൊന്നും അറിയില്ല ഈ മദ്യാസക്തി കൊണ്ട്. അതുപോലെ ആത്മൈക രസികന്മാരായ യോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ഉണ്ടെങ്കിലും ശരീരം ഇല്ലെങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല. അവരുടെ മനസ്സും ശരീരവും ഒക്കെ എവിടെയാണ്? എല്ലാം ഈശ്വരനിൽ തന്നെ. സർവവും ഈശ്വരൻ തന്നെ. സർവം വിഷ്ണുമയം ജഗത്, സർവവും ഭഗവാനാണ്, വിഷ്ണുവാണ് എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ആത്മതത്വത്തെ അറിഞ്ഞവരുടെ പ്രവൃത്തി പിന്നെങ്ങനെയായിരിക്കും? സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേത അനന്യഭാവേന ഭൂതേഷ്വതാത്മതാം. സർവഭൂതേഷു ചാത്മാനം, സർവഭൂതങ്ങളെയും ആത്മാവായിട്ട് കാണുന്നു. സർവഭൂതാനി ചാത്മനി, സർവഭൂതങ്ങളെ എങ്ങനെ കാണുന്നു? ആത്മാവായിട്ടും കാണുന്നു. ഇതൊക്കെ ഗീതയിലും ഉപനിഷത്തിലൊക്കെ ആവർത്തിക്കുന്ന ആശയം തന്നെയാണ്. ഗീതയിൽ എങ്ങനെയാ പറഞ്ഞത്? ഈ വരിയിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. യോഗയുക്തനായ ആ യോഗി, യോഗയുക്തൻ എങ്ങനെയാ കാണുന്നത്? സർവത്ര സമദർശന, എല്ലാറ്റിനെയും സമബുദ്ധിയോട് കൂടിയിട്ട്, ബ്രഹ്മം എന്നർത്ഥം, ബ്രഹ്മബുദ്ധിയോടുകൂടിയിട്ട് ബ്രഹ്മമയമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നു. അനന്യഭാവത്തിൽ ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. അദ്വൈത സിദ്ധിയിലേക്ക് എത്തുന്നു. അദ്വൈത സിദ്ധി തന്നെയാണ് മോക്ഷം. ദ്വൈതം ചെന്തർത്ഥം രണ്ടിന്റെ ഭാവമാണ് ദ്വൈതം. ദ്വൈതം അദ്വൈതം. ഇവിടെ രണ്ടില്ല, ഒരേ ഒരു ഭഗവാൻ മാത്രമാണ്, ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് യാതൊന്നുമില്ല എന്ന ആ തിരിച്ചറിവാണ് വാസ്തവത്തിൽ മോക്ഷം. ആ മോക്ഷത്തിലേക്ക് യോഗത്തിലൂടെ തന്നെ എത്തിച്ചേരുന്നു എന്ന് പറയാണ്. ഇങ്ങനെ ഈ ഉപനിഷത്തിന്റെ സാരത്തെ, വേദാന്തത്തിന്റെ സാരത്തെ, ഭക്തിയുടെ ആ മഹത്വത്തെ അതിഗംഭീരമായ ഉപദേശങ്ങളിലൂടെ ഭഗവാൻ കപിലാചാര്യനായ ആ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി സപതി പരമഭക്തി സാഹി മൃത്യോർവിചേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ജഗാദീ. മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ. എന്റെ മനോഹരങ്ങളായ ആ കഥകൾ കേൾക്കുക. ആ കഥകളിൽ നിന്നുണ്ടാവുന്ന ആ ഭക്തി എങ്ങനെയാവുന്നു? സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി. ഈ ഗംഗ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോണത്, അതുപോലെ യാതൊരു തടസ്സവും കൂടാതെ ഭഗവാനിലേക്ക് നമ്മെ തന്നെ കൊണ്ടുപോയിട്ട് എത്തിക്കുന്നു. അങ്ങനെ നമ്മൾ എവിടേക്ക് എത്തുന്നു? മോക്ഷത്തിലേക്ക്. മൃത്യോർവിചേത്രീ. മൃത്യുവിൻ്റെയും അപ്പുറത്തുള്ള ആ അമൃതം ഗമയ എന്ന് പറയുന്നുണ്ടല്ലോ, അമൃതസ്വരൂപനായ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നമുക്ക് കൃതാർത്ഥനാവാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഭക്തി, സാത്വിക ഭക്തി, താമസഭക്തി, നിർഗുണഭക്തി, രാജസഭക്തി, ഇങ്ങനെ പലതരത്തിൽ പറയാറുണ്ട്. അതിൽ നിർഗുണഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. നിർഗുണഭക്തി എങ്ങനെയാ ഉണ്ടാവേണ്ടത്? മഹതാം ബഹുമാനേന ദീനാനാമനുകമ്പയ മൈത്രിയാ ചൈവാത്മതുല്യേഷു യമേന നിയമേന ച. മഹാത്മാക്കളോടുള്ള ബഹുമാനം, ദീനാനാമനുകമ്പയ, ദീനന്മാരുടെ അനുകമ്പ ഉണ്ടാവുക. മൈത്രിയാ ചൈവാത്മതുല്യേഷു, തനിക്ക് തുല്യന്മാരായ ആളുകളോട് മൈത്രി ഉണ്ടാവുക. യമേന നിയമേന ച, യമനിയമങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. ആധ്യാത്മിക അനുശ്രവണാത് നാമസങ്കീർത്തനാച്ചമേ, ആധ്യാത്മികമായ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള ഈ സാധനകൾ, ക്ഷേത്രോപാസന, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ തീവ്രമായ ആ നിർഗുണഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാ വസ്തുക്കളിലും ഈശ്വരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ ഭക്തി. മനസൈതാനി ഭൂതാനി പ്രണമേൽ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിധി. മനസ്സുകൊണ്ട് എല്ലാ ശരീരത്തിനുള്ളിലും വർത്തിക്കുന്നത് ഒരേ ഭഗവാനാണെന്ന് വിചാരിക്കുക. മനസ്സുകൊണ്ട് എല്ലാത്തിനെയും നമസ്കരിക്കാൻ വേണ്ടി പോവുക. നായനെ കണ്ടാലും പൂച്ചേനെ കണ്ടാലും എന്തിനെ കണ്ടാലും നമസ്കരിക്കാൻ സാധിക്കണം. നമ്മൾ കുട്ടിയെടുത്തിയെന്നൊക്കെ വിളിക്കാറില്ലേ? അതുപോലെ ശക്തി ഉണ്ടെങ്കിൽ എന്ത് വിളിക്കുക? പട്ടിയെടുത്തിയെന്നും വിളിക്കുക. കുട്ടിയെടുത്തിയെ പോലെ തന്നെയാണ് ആരും പട്ടിയെടുത്തിയുള്ളത്. പോയി നമസ്കരിക്കാനും നിൽക്കണ്ട. കാരണം പട്ടി ഭാഗവതം വായിച്ചില്ല, കല്ലെടുത്തെറിയാനാ വിചാരിച്ച് ചാടിക്കടിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. മനസ്സുകൊണ്ട് ഇതിനൊക്കെ സ്മരിക്കുക.
സകലത്തിലും ഈശ്വരണ്ട് എന്നുള്ള ഭാവത്തിൽ എല്ലാറ്റിനെയും വന്ദിക്കാൻ നമുക്ക് സാധിക്കുക. ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഭക്തി. അങ്ങനെയുള്ള ആ ഭക്തിയോടുകൂടി അമ്മേ എന്നെ അനുസന്ധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കേട്ടിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ അനുസന്ധാനത്തെ, അനുഷ്ഠാനങ്ങളെ ശ്രദ്ധയോടുകൂടി ഏത്വേതത് അഭ്യസൂയന്ത, ഇത് ശരിക്ക് അഭ്യസിക്കൂടി ചെയ്യണം. ഇത് പറഞ്ഞിട്ടോ കേട്ടിട്ടോ കാര്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം പകർത്താൻ സാധിക്കുന്നുവോ, ഈ കലോപദേശത്തിന്റെ ഒരു കുറഞ്ഞ ഭാഗം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ തന്നെ നമുക്ക് എവിടേക്ക് എത്താൻ സാധിക്കുന്നു? പരമമായ ആ സാക്ഷാത്കാരത്തിലേക്ക്, ഈശ്വരിലേക്ക് എത്താൻ സാധിക്കുന്നു. മാത്രമല്ല, ലോകത്തിൽ ഇന്ന് കാണുന്ന അസ്വാരസ്യങ്ങളൊക്കെ കുറയുന്നതിനും ഈ സാധനാ സമ്പത്ത് കൊണ്ട് സാധിക്കും. സാധനാനുഷ്ഠാനം ചെയ്യുന്നവരിൽ ഈ ലോകത്തിലുണ്ടാവുന്ന ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ ഒരു സമ്പ്രദായമാണ്, ആധ്യാത്മികമായ ഈ ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമമായ ആ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഭഗവാൻ അമ്മയോടായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ആ അമ്മ ആ ഭഗവാന്റെ ഉപദേശം കേട്ടു. ആ ഉപദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു. അങ്ങനെ അവസാനം ആ ഭഗവാങ്കലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ദേവഹൂതിയുടെ ശരീരം സിദ്ധിത സിദ്ധസേവിത, സിദ്ധിത എന്ന് പേരായ ഒരു നദിയായിട്ട് ഒഴുകിപ്പോയി. കപിലാചാര്യരോ ഇന്നും 3 ലോകത്തിന്റെയും ഉപശാന്തിക്കായിട്ട് ത്രയാണാമപി ലോകാനാം ഉപശാന്തിയൈ സമാഹിത, 3 ലോകത്തിന്റെയും ശാന്തിക്കായിട്ട് ഗംഗാനദി സാഗരത്തിലേക്ക് പതിക്കുന്ന ആ സ്ഥാനത്തായിട്ട്, ഗംഗാസാഗര സംഗമത്തിന്റെ സ്ഥലത്തായിട്ട് അദ്ദേഹം ഇന്നും വർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കഥ, ഈ ഉപദേശം ആരാണോ വായിക്കുന്നു, ആരാണോ പഠിക്കുന്നു, ആരാണോ കേൾക്കുന്നു, അവർക്ക് ഉപലഭത്തെ ഭഗവത്പദാരവിന്ദം, ഭഗവത്പാദത്തെ ഉപലഭത്തെ ലഭിക്കുന്നു, ഭഗവത്പാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണം, കപിലോപദേശത്തിന്റെ ആ ഭാഗം പ്രകരണം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു സത്രവേദിയിൽ ഇവിടെ വരാനും നിങ്ങളോട് അല്പസമയം സംസാരിക്കാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതാ 4ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ വരുന്നത്. ഏതായാലും 4ാമത്തെ തവണയും കൂടി വിളിച്ചു, ഇവിടെ വരാൻ സാധിച്ചു. ഈ വേദിയിൽ ഇരുന്നും കൊണ്ട് ഭഗവാന്റെ കപിലോപദേശം പറയാൻ സാധിച്ചു. ഇതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടായത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ആ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് സമർപ്പിച്ചും കൊണ്ട് ഇവിടെ നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.